എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, യേശു മതി, യേശു മതി, യേശു മതി, എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കരങ്ങളെ ഉയർത്തി, എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. വിശുദ്ധ മന്ദിരത്തിൽ നിന്നല്ലയോ രാത്രികാലങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കുന്നവരെ വിശുദ്ധ കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞേ, എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. എനിക്ക് യേശു മതിയാശ്രയിപ്പാൻ. നീ മതി, നീ മതിയേ യേശുവേ, നിൻ തിരു പാദത്തിൽ വന്നേ. നീ മതി, നീ മതിയേ യേശുവേ, നിൻ തിരു പാദത്തിൽ വന്നേ. നീ മതി, നീ മതിയേ, നീ മതി, നീ മതിയേ. എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം. എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം, ആനന്ദമേ. രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ, ആരാധ്യനേ. കരങ്ങളെ ഉയർത്തി പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ. 2024 അവസാനത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത ഉള്ളം നിറയും നാഥ. യേശുവേ, നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത ഉള്ളം നിറയും നാഥ. ഓ പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി, നന്ദി നാഥ. ഓ പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി, നന്ദി, നന്ദി നാഥ. രക്ഷകനേ യേശുനാഥ, ആരാധ്യനേ, ആരാധ്യനേ. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. 2025 നോക്കി ഒന്ന് പറഞ്ഞേ, എന്തെന്തോ ഭാരങ്ങൾ ജീവിത
നിന്നെ പിരിയുകില്ല. ഒന്നും കൂടെ പറഞ്ഞേ, എന്തെന്തോ ഭാരം ജീവിതേ വന്നാലും അങ്ങേ പിരിയുകില്ല. എൻ ജീവൻ അങ്ങിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. ആ കരങ്ങളെ ഉയർത്തി, എൻ ജീവൻ അങ്ങിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ രക്ഷകനേ യേശുനാഥ ആരാധ്യനേ സമാരാധ്യനേ ആരാധ്യനേ 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 യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും ബലഹീനതകളും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ പലതിലും കറകളും കളങ്കങ്ങളും കാണും. പക്ഷെ ഒന്ന് ചങ്കിത്തൊട്ട് ഞങ്ങൾ അങ്ങയോട് പറയാം, ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളു കീറി നോക്കിയ, ഞങ്ങളുടെ ഹൃദയം പിളർന്നു നോക്കിയ, അവിടെ വേറൊന്നില്ല, അവിടെ വേറൊരാളില്ല, നീ മാത്രം, നീ മാത്രം. അങ്ങല്ലാതൊരു ദൈവം ഞങ്ങൾക്കില്ല, അങ്ങല്ലാതൊരു പ്രാണപ്രിയം ഞങ്ങൾക്കില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള അപ്പായെ, നിന്നെ വിട്ട് പിരിയാത്തത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഉറപ്പ് കൊണ്ടല്ല, എല്ലാറ്റിലുപരി അങ്ങേ വിട്ടു പോകാൻ ഞങ്ങൾക്ക് വേറൊരിടമില്ല. അങ്ങേക്ക് തുല്യനായി ഞങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല. നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയും. Only you, only Jesus, only Jesus, only Jesus. പതിനാറാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഉണർവിൻ്റെ കാലത്ത് മാർട്ടിൻ ലൂതർ ജർമ്മനിയിലെ പള്ളിയുടെ വാതിൽക്കൽ എഴുതി വെച്ച 5 സോളാസ് ഉണ്ട്. അതിലേറ്റവും ഹൃദയത്തെ ഉലയ്ക്കുന്നത് ഒരു സാധനം ഇതാണ്: സോളസ് ക്രിസ്റ്റസ്. ക്രിസ്തു മാത്രം, ക്രിസ്തു മാത്രം. ഓൺലി ജീസസ്, ഓൺലി ജീസസ്. യേശു മാത്രം. ഇന്ന് പകൽ സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി എന്ന് പറഞ്ഞു, നീ ഒഴികെ എനിക്ക് ആരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും. അങ്ങേ പോലെ അങ്ങേക്ക് തുല്യൻ ആരുമില്ല. I love you, Master.
ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് കയറാം. നമുക്ക് പ്രാർത്ഥിച്ചു വേഗത്തിൽ മുമ്പോട്ട് പോകാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കരത്തിൻ്റെ 1-2 ഭാഗങ്ങളെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ ഇരുന്നാൽ ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. അടുത്തതായി നാം കണ്ടു, ദൈവത്തിൻ്റെ കരം നമ്മളോടുകൂടെ ഇരുന്നാൽ മൂക്കും കുത്തി വീണ് കിടന്ന ഇടത്തു നിന്ന് ദൈവത്തിൻ്റെ കൈ നമ്മളെ എന്തു ചെയ്യും? എഴുന്നേൽപ്പിച്ച് നിർത്തും. അടുത്തതായി ഇന്ന് രാവിലെ നാം കണ്ടു, ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഇരുന്നാൽ നമ്മളുടെ കൂടെ ഒരു ടീമിനെ ദൈവം ഒരുക്കി നിർത്തും. ആമേൻ. നമ്മുടെ പ്ലാനുകളെ എക്സിക്യൂട്ട് ചെയ്യത്തക്കവണ്ണം പ്രോസ്പെക്റ്റീവായി, പ്രൊഡക്റ്റീവായി, കൺസ്ട്രക്റ്റീവായി ഒരു ടീമിനെ ദൈവം നമ്മുടെ കൂടെ നിർത്തും. നാം തനിയെ തുഴയത്തില്ല, നമുക്ക് തുണയാളികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാനതിലേക്ക് ഇനി കടക്കുന്നില്ല. ഇന്ന് ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കയറുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാനത് പറയുന്നതേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നത് അടുത്ത ഭാഗത്തിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് എലീശ പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. അടുത്ത ഭാഗം. അവൻ പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയുടെ കൈ തൻ്റെ മേൽ വന്നപ്പോൾ പ്രവാചകൻ പിന്നെന്താ പറയുന്നത്? ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയുടെ കൈ തൻ്റെ മേൽ വന്നപ്പോൾ അവൻ അരുളി ചെയ്തു, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം. യഹോവയുടെ കൈ വന്നാൽ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, യഹോവയുടെ കൈ വന്നാൽ നമ്മളുടെ കാതുകൾ ദൈവശബ്ദത്തിനായി തുറക്കും. നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. ആമേൻ. നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. ആമേൻ. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ വന്നിരിക്കുകയാണ്. 2 രാജാക്കന്മാർ ഒരുമിച്ച് വന്ന് യുദ്ധത്തിന് വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തില്ല? കുടിക്കാൻ വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ ഇരിക്കുന്ന ഇടത്ത് ഏദോമിൽ നിന്ന് ദൈവം വെള്ളത്തെ കൊണ്ടുവന്ന് ആ വെള്ളത്തെ കൊണ്ട് തന്നെ ശത്രുവിനെ തോൽപ്പിക്കുന്ന ഭാഗമാണ്. ആമേൻ. ഈ യുദ്ധത്തിൽ അവർ പിന്നീട് യുദ്ധം ചെയ്യുന്നില്ല. ദൈവം നിറച്ച വെള്ളത്തിൻ്റെ മേൽ സൂര്യ വെളിച്ചം അടിക്കുന്നത് കണ്ട് ശത്രു തിരിച്ചു പോവുകയാണ്. ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ വീണക്കാരൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വന്നു. അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവശബ്ദം നമ്മൾ കേട്ടു തുടങ്ങും. ഈ 2025 ഞാൻ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കും. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ഉറക്കത്തിൽ പോലും ഞാൻ ദൈവശബ്ദം കേൾക്കും. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ഉറക്കത്തിൽ, ഞാൻ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടവിടാതെ ദൈവശബ്ദം കേൾക്കും. ആമേൻ. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കും. ഇന്ന് പകൽ വിശ്വാസത്തോടു കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവശബ്ദം കേൾക്കും. ഞാൻ ദൈവശബ്ദം കേൾക്കും. ഞാൻ ദൈവശബ്ദം കേൾക്കും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൻ്റെ ശബ്ദം, ആമേൻ, മറ്റ് ശബ്ദങ്ങളെക്കാൾ ഉയർന്നു നിൽക്കും. ആമേൻ. ശിഷ്യന്മാർ പടകിൽ നിൽക്കുമ്പോൾ അവരുടെ കാതിൽ, ആമേൻ, 3 ശബ്ദങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, കാറ്റിൻ്റെ ശബ്ദം. കാറ്റിൻ്റെ ശബ്ദം എന്താണ് അവരോട് പറയുന്നത്? നിന്നെ ഞാൻ മുമ്പോട്ട് വിടത്തില്ല, നിന്നെ മുമ്പോട്ട് വിടത്തില്ല. നീ ചിന്തിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. നീ തെക്കോട്ട് തുഴഞ്ഞാൽ ഞാൻ വടക്കോട്ട് തട്ടും, നീ കിഴക്കോട്ട് തുഴഞ്ഞാൽ ഞാൻ പടിഞ്ഞാറോട്ട് തട്ടും. ആമേൻ. നിൻ്റെ പ്രതീക്ഷകളെ ഞാൻ നടത്തിക്കത്തില്ലെന്ന് പറയുന്ന ഒരു കാറ്റിൻ്റെ ശബ്ദം. എന്നാൽ ആ കാറ്റിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഇപ്പോൾ മുഴങ്ങുന്നത് എന്താണെന്നറിയാമോ? തിരയുടെ ശബ്ദം. തിര എന്താ പറയുന്നതെന്നറിയാമോ? ഇപ്പം നിന്നെ ഇവിടെ ഞാൻ നിന്നെ തീർക്കുവടാ, ഇവിടെ നിന്നെ മുക്കുവടാ.
നിൻ്റെ പടകിനെ ഞാൻ തലകീഴായി മറിക്കുവിടാ, നിൻ്റെ കുടുംബം ഞാൻ ഇവിടെ മുടിക്കുവിടാ, നിൻ്റെ മക്കളെ ഞാൻ ഇതിനകത്ത് മുക്കിക്കൊല്ലുവിടാ. തിര ഇങ്ങനെ ഓരോ തിരയും അടിച്ചിട്ട് പറയാം, ഇപ്പം ഞാൻ നിന്നെ മറിക്കുമിടാ. ഇതിൻ്റെ നടുവിൽ മൂന്നാമത് ഒരു ശബ്ദം കൂടെ ശിഷ്യന്മാർ കേൾക്കുക. കൂടുള്ളവരെല്ലാവരും നിലവിളിക്കുക, അയ്യോ 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 അയ്യോ. നിരാശയുടെ ശബ്ദം കണ്ടോ, കാര്യങ്ങളെ നടത്തിത്തരത്തില്ലെന്ന് പറയുന്ന വെല്ലുവിളിയുടെ ശബ്ദം, നിന്നെ തീർത്ത് കളയുമെന്ന് പറയുന്ന ഭീഷണിയുടെ ശബ്ദം, അതിൻ്റെ അപ്പുറത്ത് നിരാശയുടെ ശബ്ദം. വെല്ലുവിളിയുടെ ശബ്ദം, ഭീഷണിയുടെ ശബ്ദം, നിരാശയുടെ ശബ്ദം. എന്നാൽ ഈ മൂന്ന് ശബ്ദങ്ങൾക്ക് മീതെ യേശുനാഥൻ വിളിച്ചു, കാറ്റേ നീ അടങ്ങ്, കടലേ നീ ശാന്തമാക്. കാറ്റ് തൻ്റെ വായടച്ചു, കടലിൻ്റെ തിര തൻ്റെ വായടച്ചു, ഒരക്ഷരം മിണ്ടിയില്ല. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ ശബ്ദം തിരമാലകളുടെ മീതെ മുഴങ്ങുന്നുവെന്ന്. അന്ന് സങ്കീർത്തനക്കാരൻ അറിഞ്ഞില്ല ഇതെന്തുവാ പറയുന്നതെന്ന്. എന്നാൽ ഏറിയ നാളുകൾക്ക് ശേഷം നസറായൻ കടന്നു വന്ന് ഗലീല തടാകത്തിൻ്റെ മുകളിൽ നിന്ന് തൻ കാറ്റേ കടലെ എന്ന് വിളിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ എഴുതിയ തിരുവെഴുത്ത് നിവർത്തിയായി. തിരമാലകളുടെ പെരുവെള്ളങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. ഈ 2025 നോക്കി പറ, ഒത്തിരി പെരുവെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഒത്തിരി കൊടുങ്കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഒത്തിരി നിരാശയുടെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഈ പ്രതിസന്ധിക്കകത്ത് ഇതിനെ കവർ ചെയ്യുന്ന ഒരു ദൈവ ശബ്ദം ഞാൻ കേൾക്കും. ജീസസ്, ഇതിന് മീതെ ഞാൻ ദൈവശബ്ദം കേൾക്കും. ഒത്തിരി വിമർശനം കേട്ടേക്കാം, ഒത്തിരി പരിഹാസം കേട്ടേക്കാം, ഒത്തിരി പ്രതികൂലങ്ങൾ കേട്ടേക്കാം. പക്ഷേ സ്തോത്രം, ദൈവശബ്ദം കേൾക്കും. ശത്രു ഒരിക്കലും നിൻ്റെ അടുക്കൽ നേരിട്ട് വന്ന് പറയത്തില്ല, അവൻ ആളിനെ വിട്ടേ പറയത്തുള്ളൂ. പക്ഷെ ദൈവം ആളിനെ വിട്ടല്ല പറയുന്നത്, നേരിട്ട് വന്നാ പറയുന്നത്. ഇസബേൽ തൻ്റെ ദൂതനെ അയച്ചിട്ട് ഏലിയാവിൻ്റെ അടുക്കൽ പറഞ്ഞ്, നാളെ ഈ നേരത്ത് നിന്നെ കൊല്ലും. ഹോരേബിൽ ചെന്നപ്പോൾ ദൈവം ദൂതനെ അയച്ച് ഏലിയാവിൻ്റെ അടുക്കൽ. ഏലിയാവേ എന്ന് വിളിച്ചെന്നാണോ എഴുതിയിരിക്കുന്നത്? നോ, ഗോഡ് ഹിംസെൽഫ് ഡിസെൻഡഡ്. ജീസസ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, സാത്താൻ അവൻ്റെ ദൂതനെ കൊണ്ട് നിന്നോട് സംസാരിപ്പിക്കുമ്പോൾ, പിശാച് അവൻ്റെ ഏജന്റുമാരെ കൊണ്ട് നിനക്കെതിരെ സംസാരിപ്പിക്കുമ്പോൾ, ദൈവം താൻ തന്നെ നിനക്ക് വേണ്ടി സംസാരിക്കും. ജീസസ്. ഞാൻ ഇസബേലിൻ്റെ അടുക്കൽ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ഒരുത്തനെ ഭീഷണിപ്പെടുത്താൻ വിടുന്നതിന് പകരം നീ എന്താ ഒരുത്തനെ വാളും കൊണ്ട് അങ്ങ് വിടാഞ്ഞേ? അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമല്ലായിരുന്നു. നീ എന്തിനാ ഈ ഡയലോഗ് അടിക്കാൻ വിട്ടെ? നീ അങ്ങ് വാളും കൊണ്ട് വിടാൻ വയ്യായിരുന്നോ? ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിൻ്റെ അടുക്കൽ പറയാം, അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ അറിയണം, അവന് കൊല്ലാനായിരുന്നെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തേണ്ടിയ കാര്യമില്ല. അവന് ഭീഷണിപ്പെടുത്താനേ കഴിയത്തുള്ളൂ, അവന് കൊല്ലാൻ കഴിയത്തില്ല. ജീസസ്. അവൻ ഏജന്റുമാരെ കൊണ്ട് നിന്നെ ഭീതിപ്പെടുത്തും. നിൻ്റെ കമ്പനിയിൽ ചില ഏജന്റുമാരുണ്ട്, നിൻ്റെ നെയ്ബർഹുഡിൽ ചില ഏജന്റുമാരുണ്ട്, ചിലപ്പോൾ സഭയ്ക്കകത്ത് ഒരു ഏജന്റിനെ അവൻ വെച്ചിട്ടുണ്ടായിരിക്കാം അവൻ. പക്ഷെ നീ ഒരു കാര്യം അറിയണം, അവൻ ഏജന്റിനെ കൊണ്ടേ വർത്താനം പറയത്തുള്ളൂ. പക്ഷെ ദൈവമോ, അവൻ നേരിട്ടിറങ്ങി എനിക്ക് വേണ്ടി സംസാരിക്കാം. ജീസസ്. എടാ സാത്താനെ, നീ ഏജന്റിനെ വെച്ച് സംസാരിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം നേരിട്ടിറങ്ങി സംസാരിക്കും. ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 12-ാം വാക്യം. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമമുണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ വലങ്കൈ നമ്മുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വലങ്കൈ നമ്മുടെ കയ്യിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻപാകെ ചില വിഭജനങ്ങൾ നടക്കും, ചില വഴികൾ തുറക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഈ വഴി തുറക്കുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾക്കകത്താണ് ഇതിൻ്റെ പശ്ചാത്തലം കിടക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം
വായിക്കാമോ? അതിൻ്റെ മൂന്നാം വാക്യം വരെ ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. 4-ാം വാക്യത്തിൻ്റെ ആരംഭം വരെ ഒന്ന് വായിച്ചു. 4-ാം വാക്യത്തിൻ്റെ ആരംഭം വരെ വേഗത്തിലൊന്ന് വായിച്ചു വിടാമോ? നിർത്തണ്ട. അല്ലല്ല, ഒന്നാം വാക്യം തുടങ്ങി നോൺ സ്റ്റോപ്പായിട്ടൊന്ന് വായിച്ചു പോയട്ടെ. യഹോവ നിൽക്കട്ടെ. 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചട്ടെ. ഇന്ന് രാത്രി ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ കഷ്ടതയിൽ നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അതുപോലെ എനിക്ക് പണി കിട്ടുമ്പോൾ ശത്രു എന്തോ പറയും എന്നുള്ളതും ദൈവത്തിനറിയാം. നമ്മൾ ചിന്തിക്കും, എന്നാലും എൻ്റെ ദൈവമേ അവൾ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവനങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ തമ്പുരാന് നേരത്തെ അറിയാം അവൻ എന്താ കമൻ്റ് ഇടാൻ പോകുന്നതെന്ന്, അവൻ എന്താ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഹോലി സ്പിരിറ്റ്, ആമേൻ. അതറിഞ്ഞിട്ടാണ് ദൈവം പണി തുടങ്ങുന്നത്. എൻ്റെ സഹോദരങ്ങളെ, 2-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? 2-ാം വാക്യം അതിനകത്ത് ചില വാക്കുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ. മിഗ്ദോലിനും ബാൽസഫോനും സമീപത്തുള്ള പീഹഹിരോത്തിനരികെ, സമുദ്രത്തിനരികെ. ഇവിടെ 4 സ്ഥലങ്ങളെ പറയുകയാണ്. 1 മിഗ്ദോൽ, 2 ബാൽസഫോൻ, 3 പീഹഹിരോത്ത്, 4 സമുദ്രം. എൻ്റെ സഹോദരങ്ങളെ, 4 സ്ഥലങ്ങളെ പറഞ്ഞ് ഇവനെ വട്ടം ചുറ്റി ചൊരടത്തു കൊണ്ടിട്ട് നാട്ടുകാരെ കൊണ്ട് ഇവൻ തോറ്റുപോയി, ഇവൻ അലയുകയാണെന്ന് പറയിപ്പിച്ച് ഇവനെ പിന്തുടരുവാൻ തക്കവണ്ണം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. ഇതിനാണോ കർത്താവെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത്? ഇതിനാണോ കർത്താവെ ഞങ്ങളെ ഓമനെ പേർ ചൊല്ലി വിളിച്ചത്? ഇതിനാണോ കർത്താവെ ഞങ്ങളുടെ മേൽ അഭിഷേകം നൽകിയത്? ഇതിനാണോ കർത്താവെ അർദ്ധരാത്രി ഞങ്ങളെ പുറത്തിറക്കിയത്? ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നാട്ടുകാർ പറയുന്നത് ഫറവോന്റെ ഹൃദയം കഠിനമാകുന്നതുമൊക്കെ നമുക്ക് ആരംഭത്തിങ്കിൽ വായിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് തോന്നും. പക്ഷേ 2-ാം വാക്യത്തിൽ പറയുന്ന 4 സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്നാമതായി പറയുകയാണ്, മിഗ്ദോലിന് അരികത്തേക്ക് അവരെ കൊണ്ടുവന്നു. മിഗ്ദോലിനും കടലിനും മധ്യേ, ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിനരികെ, സമുദ്രത്തിനരികെ അവർ പാളയമിറങ്ങണമെന്ന് പറയുക. മലയാളത്തിൽ പീഹഹിരോത്തിനരികെ എന്നാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് ബിഫോർ പീഹഹിരോത്ത് എന്നാണ് പറയുന്നത്. പീഹഹിരോത്തിനരികെയല്ല, പീഹഹിരോത്തിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, മിഗ്ദോൽ എന്ന വാക്കിൻ്റെ അർത്ഥം ടവർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രു യുദ്ധത്തിനായി കയറി നിൽക്കുന്ന ടവറിന്റെ പേരാണ് മിഗ്ദോൽ എന്ന് പറയുന്നത്. മിഗ്ദോൽ എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിനെ അവർ വിളിച്ചിരുന്നത് ടവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ, സ്തോത്രം, മുകളിൽ കയറി നിൽക്കുന്ന, ആമേൻ, ശത്രു സൈന്യങ്ങൾ മുകളിൽ കയറി നിൽക്കുന്ന ശത്രുവിന്റെ ടവർ എന്നാണ് മിഗ്ദോൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ദൈവം ജനത്തെ എവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്നറിയാമോ? ശത്രുവിന്റെ ടവറിന്റെ കീഴിൽ. ശത്രുവിന്റെ ടവറിന്റെ കീഴിലാണ്, സ്തോത്ര, അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവജനം തിരിച്ചറിയണം. ദൈവത്തിന്റെ കൈ ദൈവം വെളിപ്പെടുത്തുന്നതിന് മുമ്പേ നിന്നെ ശത്രുവിന്റെ ടവറിന്റെ കീഴിൽ കൊണ്ട് നിർത്തുക. ഇന്ന് രാത്രി 2024 നീ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈറ്റനിക് ടവറിന്റെ കീഴിൽ എൻക്യാമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നീ തിരിച്ചറിയണം, ഇവിടെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടും. ഓ ലകാർമന സാർത്തേനിയ. എന്നിട്ട് അടുത്തതായിട്ട് ഒരു വാക്ക് പറയുകയാണ്. അടുത്തതായിട്ടൊരു വാക്ക് ബാൽസെഫോൻ. എൻ്റെ സഹോദരങ്ങളെ, ബാൽസെഫോനെ നിങ്ങൾ ഒന്ന് 2ആയി തിരിച്ച്, ആ ബാൽസെഫോനെ നിങ്ങൾ 2ആയി തിരിക്കുമ്പോൾ അവിടെ 2 വാക്കുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 1 ബാൽ, 2 സെഫോൻ. എന്ന് പറഞ്ഞാൽ ജാതീയ ദേവനായ ബാലിന്റെ കുടിയിരിപ്പ് കേന്ദ്രമായ സെഫോനിലേക്ക്, ബാലിന്റെ സെഫോനിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. കണ്ടോ, ഒരിടത്ത് ശത്രുവിന്റെ പാളയ, ഒരിടത്ത് ശത്രുവിന്റെ ഗോപുരം, കോട്ട, മറ്റിടത്ത് ബയാലിന്റെ പൈശാചിക ശക്തികളിൽ ഏറ്റവും
പ്രബലമായി നിൽക്കുന്ന ബാലിൻ്റെ സെഫോൻ. ഈ ബാൽ സെഫോൻ എന്ന് പറയുവാൻ കാരണം, സെഫോൻ എന്ന് പറഞ്ഞാൽ ആമേൻ വിന്റർ എന്നാണ് അതിൻ്റെ, ആമേൻ സെഫോൻ അല്ലെങ്കിൽ തണുപ്പ്, മഞ്ഞ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ കരുതിയിരുന്നത് ഈ ബാൽ സെഫോൻ, അതായത് ബാലിൻ്റെ ഇരിക്കുന്ന ഈ കുടിയിരിപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ദേശത്തെ പ്രകൃതിയെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബാൽ സെഫോൻ. അപ്പോൾ മിഗ്ദോൽ എന്ന് പറയുന്ന പർവ്വത, ബാൽ സെഫോൻ എന്ന് പറയുന്ന പർവ്വത, ഈ രണ്ട് പർവ്വതങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ രണ്ട് പർവ്വതങ്ങളോ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരിടത്ത് ശത്രുവിൻ്റെ കോട്ട, മറ്റിടത്ത് ബയാൽ എന്ന് പറയുന്ന, ബാൽ എന്ന് പറയുന്ന ദുർദേവന്റെ ഇരിപ്പിട. ഈ രണ്ട് ഇരിപ്പിടങ്ങളും കൂടെ, രണ്ട് പർവ്വതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നടുഭാഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ ഈ നടുഭാഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്തായിട്ട് തോന്നുമോ, ഒരു വായായിട്ട് തോന്നും, ഒരു വായായിട്ട്. അപ്പോൾ അവരതിന് വിളിച്ചു പീഹഹിരോത്ത് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ വായ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പീഹഹിരോത്തിന് അരികെ എന്നുള്ള ട്രാൻസ്ലേഷൻ തെറ്റാണ്. ബിഫോർ പീഹഹിരോത്ത്. പിശാചി ദൈവം ഈ ജനത്തെ എവിടെ കൊണ്ട് നിർത്തിയെന്നറിയാമോ? ദുർദേവതകളും ദുർദേവന്മാരും കുടികൊള്ളുന്ന ബാൽസഫോന്റെയോ സ്തോത്രം മിഗ്ദോലിന്റെയോ നടുവിലുള്ള പിശാചിന്റെ വായുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ആരേ? ഇസ്രായേലിനെ പിശാചിന്റെ വായിക്കയുടെ മുമ്പിൽ കൊണ്ട് കൊടുത്തു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ വായുടെ മുമ്പിൽ കൊണ്ട് നിർത്തും ദൈവം. അവരെ പീഹഹിരോത്തിന് അരികെയല്ല, പീഹഹിരോത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ആമേൻ. ബിഫോർ പീഹഹിരോത്ത്. ആമേൻ. അവരുടെ അടുക്ക ദൈവം പറയാ, നിങ്ങൾ പോകുന്ന വഴി പോയാ, ആമേൻ, നിങ്ങൾ ഇപ്പൊ പോകുന്ന വഴി പോയാൽ എന്തോ ചെയ്യത്തില്ല. ആമേൻ. പിശാചിന്റെ വായിക്കകത്തോട്ട് കയറത്തില്ല. അതുകൊണ്ട് പിശാചിന്റെ വായിക്കകത്തോട്ട് കയറാനുള്ള റൂട്ട് ഞാൻ പറയാ. ദൈവം പറയുക, ഈ പോയ പോക്കി പോയാൽ നീ പിശാചിന്റെ വായി കയറത്തില്ല. അതുകൊണ്ട് പിശാചിന്റെ വായി കയറാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാ. നീ ഇവിടെ നിന്ന് തിരിഞ്ഞ് ബിഫോർ പീഹഹിരോത്ത് പിശാചിന്റെ വായയുടെ മുമ്പിൽ പോയി നിൽക്ക്. ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണോ, എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് പിശാചിന്റെ വായിക്കകത്തോ. കാലങ്ങളായി ബാൽസഫോൻ എന്ന ബാൽസഫോൻ എന്ന പർവ്വതത്തെ ഇവര് പേരിട്ട് വിളിക്കുക. ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന, അല്ല അവന്മാരുടെ ദൈവമായിരിക്കുന്ന ആ കള്ളദേവൻ ബയാലിന്റെ കുടിയിരിപ്പ് കേന്ദ്രവാ. ഞങ്ങളുടെ ദുർദൈവങ്ങളുടെ ഗോപുരവുമാണ്, കോട്ടമതിലാണിതെന്ന് പറഞ്ഞ രണ്ട് പിശാചുക്കൾ സംയോജിക്കുന്ന പീഹഹിരോത്ത് എന്ന പാതാളത്തിന്റെ വായിൽ കൊണ്ടുപോയി ഇസ്രായേലിന്റെ ജനത്തെ നിർത്തി. നിന്നിട്ടുണ്ടോ? പീഹഹിരോത്തിൽ നിന്നിട്ടുണ്ടോ? ജീസസ്, താങ്ക് യു ലോർഡ്. എല്ലാ പീഹഹിരോത്തുക്കൾക്കും നന്ദി. പിശാചിന്റെ വായിൽ കൊണ്ട് നിർത്തി. ആമേൻ. ഇന്ന് രാത്രി നീ ഒരു കാര്യം തിരിച്ചറിയണം. നീ പിശാചിന്റെ വായിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നോടുകൂടെ ദൈവകരം വെളിപ്പെടും. നീ പിശാചിന്റെ വായിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് വെളിപ്പെടും. പീഹഹിരോത്തിന്റെ മുമ്പിൽ വന്ന് പാളയമിറങ്ങി. ആമേൻ. രണ്ട് ചെങ്കുത്തായ പർവ്വതങ്ങളുടെ അടിവാരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടലും, പിറകോട്ട് വന്നാൽ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ഇരുമ്പ് രഥങ്ങളുടെ ഫറവോന്യ ശക്തിയും. ജീസസ്. ഇതിൻ്റെ നടുവിൽ മോശ എന്ന ഒറ്റ മനുഷ്യൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ഭുജമിറങ്ങി. ജീസസ്. ഞാൻ ചോദിക്കട്ടെ, ബയാലിൻ്റെ പർവ്വതങ്ങൾക്കും ശത്രുവിൻ്റെ കോട്ടയ്ക്കും പീഹഹിരോത്ത് എന്ന പിശാചിൻ്റെ വായിക്കും ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി മോശയുടെ വലങ്കയിൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രി നീ ഇവർക്ക് വിശ്വസിക്കാമോ? എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. നീ ഒരു പക്ഷേ ഇന്ന് രാത്രി ഒരു പീഹഹിരോത്തിലായിരിക്കും. ഞാൻ മിഗ്ദോലിനെയും ബാൽസഫോനെയും എല്ലാം വിടുകയാണ്. അതിനെ എല്ലാറ്റിനെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കതിനേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ബട്ട് യു മേ ബി ഇൻ ഫ്രണ്ട് ഓഫ് എ പീഹഹിരോത്ത്. നീ ഒരു പീഹഹിരോത്തിൻ്റെ വായിക്കകത്ത, നീ ഒരു പീഹഹിരോത്തില, പിശാചിൻ്റെ വായിക്കകത്ത. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം,
ദൈവത്തിൻ്റെ കൈ എന്നോടുകൂടെ. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവേ, എൻ്റെ പീഹഹിരോത്തുകളിൽ, എൻ്റെ ജനത്തിൻ്റെ പീഹഹിരോത്തുകളിൽ, പിശാച് വായ് പിളർന്ന് നിൽക്കുന്ന മേഖലകളിൽ എന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞ്, എന്നെ മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ്, എന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പീഹഹിരോത്തുകളിൽ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടണമേ. ഇന്ന് രാത്രി ആധരം തുറന്നാട്ടെ. ആമേൻ. കൃപയുള്ള ദൈവമക്കളെല്ലാം കണ്ണുകളെ അടച്ചാട്ടെ. ഈ രാത്രി നിന്റെ പീഹഹിരോത്തിൽ ദൈവകരം വെളിപ്പെടാൻ പോവുകയാ. ഈ രാത്രി നിന്റെ പീഹാഹിരോത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാ. ശത്രുവായി വിളർന്നു നിൽക്കുന്ന പീഹാഹിരോത്തിൽ ശത്രുവിന്റെ വായിക്കകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോവുകയാ. ഓ, ദാവീദ് കടന്നു ചെന്ന സിംഹത്തിന്റെ താടിക്ക് പിടിച്ചോ, ഒരൊറ്റ അടി കൊടുത്തോ, അവന്റെ വായിക്കകത്തു നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തോ. Labara la Catalia, Ralcatola Barasia, Talbania, Ralcatele Beraiseteria, Jabala Gada Pravartanajaram, Ralcatol Manasia, Ralcatela Gadagajaram, Rimajaga, Regatera, Varteni, Salveni, Raltadia, Sartanadia, Adarandora Nanibashagal Samsarise, Adarandora Nanibashagal Samsarise, in the Rapri Devan in there, Chilla Pihagirotagal, Devat in the Caramel. ചില പീഹഹിരോത്തുകളിൽ ദൈവകരം വെളിപ്പെടട്ടെ. ചില പീഹഹിരോത്തുകളിൽ ദൈവകരം വെളിപ്പെടട്ടെ. ചില പീഹഹിരോത്തുകളിൽ ദൈവകരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മിഗ്ദോലി പോലെ നിൽക്കുന്ന ചില പൈശാചിക കോട്ടകൾ, ബാൽസഫോൻ പോലെ നിൽക്കുന്ന ചില പൈശാചിക അധികാര മണ്ഡലങ്ങൾ ഇന്നു രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വായ് പിളർന്നു നിൽക്കുന്ന പീഹഹിരോത്തുകൾ ഈ രാത്രി ദൈവത്തിന്റെ അധികാരത്തിൽ, ഈ രാത്രി ദൈവത്തിന്റെ കരം, വെള്ളം വിഭജിക്കപ്പെടും, വഴി തുറക്കും, വഴി തുറക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഓ, if the hand of God is for you, there shall be new openings, there shall be new openings. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുമ്പോൾ പുതിയ വാതിലുകൾ, പുതിയ വഴികൾ, പുതിയ വാതിലുകൾ, പുതിയ വഴികൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. Open, open, open. I command in Jesus' name. തുറന്നു വാ, തുറന്നു വാ, തുറന്നു വാ, തുറന്നു വാ. ലബനഗഡ ഗർഭനാദിയ ദൈവത്തിന്റെ വലങ്കൈ ഇറങ്ങി, ദൈവത്തിന്റെ വലങ്കൈ ഇറങ്ങി. അവിടെ വെള്ളം വിഭജിച്ചു, ഒരു വഴി തുറന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവം എനിക്ക് നൽകിയ അഭിഷേകത്തിന്റെ ഉറപ്പിൽ നിന്ന് പറയുകയാണ്, ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ ഇരിക്കും. അവൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നത് നീ കാണും. ഞാനതിനെ കുറച്ചും കൂടെ ദൈവപ്രവൃത്തിയോട് ചേർത്ത് പറയാം. പിശാചിന്റെ വായ് പിളർന്നിരിക്കുന്നിടത്താണ് ദൈവം അവനെ കൊണ്ടു നിർത്തിയത്. പക്ഷേ ദൈവം അവനെ കയറ്റിവിട്ടത് പിശാചിന്റെ വായിക്കകത്താണോ? അല്ല, പകരമോ സമുദ്രത്തിന്റെ വായിക്കകത്ത്. ലോകം ചിന്തിക്കുന്നത് നീ പിശാചിന്റെ വായിക്കകത്ത് കയറുമെന്ന. പക്ഷെ ദൈവം അവിടെ സമുദ്രത്തിന്റെ വായി തുറപ്പിച്ച് സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ ദൈവം അവനെ നടത്തി. ദൈവം ചില സമയത്ത് ദൈവം ഭയങ്കര, ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്ന, കർത്താവ് അവരെ പരിഹസിക്കുന്നെന്ന് പറയത്തില്ലേ? കർത്താവ് ചില സമയത്ത് പിശാചിനെ ഇട്ട് മണ്ടം കളിപ്പിക്കും കേട്ടോ. പീഹഹിരോത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പർവ്വതങ്ങൾ ഇങ്ങനെ വായ് പോലെ നിൽക്കുകയാ. ഈ വായ് തുറന്നിരിക്കുക. ഇത് അടയ്ക്കാൻ പറ്റുമോ? തമ്പുരാൻ ഇസ്രായേലിന് വേണ്ടി ചെങ്കടലിൻ്റെ വായ് തുറന്നു, ജനത്തെ അക്കരെ കടത്തി, ഫറവോനെ അതിലിറക്കി. എന്നിട്ട് സമുദ്രത്തിൻ്റെ വായ്, എടാ പിശാചേ
നീ വായും പൊളന്നിരിക്കുമ്പം ഞാൻ വാ തുറപ്പിക്കുകയും ചെയ്യും, അടപ്പിക്കുകയും ചെയ്യും. പീഹഹിരോത്ത് പിശാചിൻ്റെ വായ തുറന്നിരിക്കത്തേ ഉള്ളൂ, അവൻ അടയ്ക്കാൻ കെപ്പില്ല. പക്ഷെ എൻ്റെ ദൈവം ചെങ്കടലിനെ തുറക്കുകയും ചെയ്യും, അടക്കുകയും ചെയ്യും. ഹോ, സ്വർഗത്തിലെ ദൂതന്മാർ ഇത് കണ്ടിട്ട് എന്തൊരു ആർത്ത് അട്ടഹസിച്ച് കാണും. ഇവിടെ ഒരുത്തൻ വായും വളർന്ന് ബ്ലാന്നിരിക്കുക, കാലങ്ങളായിട്ട് ഇവൻ വാ തുറന്നിരിക്കുക. എടാ പീഹഹിരോത്തെ, നീ ഇന്ന് വരെ ചരിത്രത്തിൽ വായടച്ചിട്ടുണ്ടോടാ? നീ ഇങ്ങനെ വായും പൊളന്നിരുന്ന് പ്രാണിയെ പിടിക്കുന്നതല്ലാതെ ഇന്നേ വരെ നീ വായടച്ചിട്ടുണ്ടോടാ? എന്റെ ജനത്തെ നീ വിഴുങ്ങുമെന്ന് പറഞ്ഞു വാ പൊളർന്ന് കാണിച്ചു. പക്ഷേ നീ വായും പൊളന്നിരുന്നപ്പോ എന്റെ ദൈവം സമുദ്രത്തിന്റെ വാ തുറപ്പിച്ച് ജനത്തെ കടത്തിവിട്ട് വായടപ്പിച്ച് നിന്റെ ജാതിയെ വിഴുങ്ങിക്കളഞ്ഞു. This is the mighty hand of God. ദൈവത്തിന്റെ കരം. പിശാചിന്റെ വാ ഇങ്ങനെ പിളന്നിരിക്കുമ്പോൾ ആമേൻ, എൻ്റെ ദൈവം തുറപ്പിക്കുകയും അടപ്പിക്കുകയും ചെയ്യും. ആമേൻ. രാത്രി തുറന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ദൈവം അടച്ചു. അന്നേരം പീഹഹിരോത്ത് വാവളപ്പൻ അവിടെ തന്നെ വായും പൊളന്ന് ഇരിപ്പുണ്ട്. എടാ കള്ള സാത്താനെ, വാ പൊളപ്പ, നീ വായും പൊളന്ന് അവിടെ ഇരിക്കുമ്പം എൻ്റെ ദൈവം തുറക്കുകയും ചെയ്യും, അടയ്ക്കുകയും ചെയ്യും. Victory belongs to God and his generation. ദൈവത്തിനും അവൻ്റെ തലമുറയ്ക്കുള്ളതാ ജയം. ജീസസ്. ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ വാതിലുകൾ തുറക്കും, വഴി തുറക്കും. യെസ്, 2025 നോക്കി പറ, ഇത് തുറവികളുടെ വർഷമാണ്. കാരണം ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ. ഇത് തുറവിയുടെ വർഷമാണ്. ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്യത്തെ വായിച്ച് ഞാൻ ഇന്നത്തെ വചനത്തിലേക്ക് കയറുകയാണ്. നമ്മളൊത്തിരി പറഞ്ഞു ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കൈ. ആരുടെ മേളിലാണ് ദൈവത്തിൻ്റെ കൈ ഇറങ്ങുന്നത്? 80-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? 80-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. 80-ാം നിന്റെ കൈ നിന്റെ വലത്തു ഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ. ജീസസ്. ദൈവത്തിൻ്റെ കൈ ആരുടെ മേലേ ഇരിക്കത്തുള്ളൂ? ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നവൻ്റെ മേൽ. 2 ക്വാളിറ്റീസാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന പുരുഷൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈയിരിക്കും. If you are ready to sit at the right hand of God, his hand will be with you. നീ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വലങ്കൈക്കലിരിക്കുമെങ്കിൽ, ആമേൻ. മലയാളത്തിൽ വലത്തു ഭാഗത്തെന്നാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആമേൻ, അവൻ്റെ വലങ്കൈക്കലിരിക്കുന്ന പുരുഷൻ്റെ മേൽ അവൻ്റെ കൈയിരിക്കും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. ആമേൻ. ദൈവത്തിൻ്റെ വലങ്കൈക്കലിരിക്കെ ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ ഇരിക്കും. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കൈ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കാതെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമുക്കങ്ങ് കയറിച്ചല്ല. സ്തോത്രം. ആമേൻ. രണ്ടാമതായി പറയുകയാണ്, എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുരുഷൻ്റെ മേൽ ഒരു പോയിന്റും കൂടെ അവിടെ ചേർക്കുകയാണ്. നീ നിനക്കായി വളർത്തിയ പുരുഷൻ. ആമേൻ. ആർക്കു വേണ്ടി വളർത്തപ്പെട്ടു? ആർക്കു വേണ്ടി വളർത്തപ്പെട്ടു? ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി വളർത്തപ്പെടുക. ഈ 2025 ദൈവത്തിന് വേണ്ടി നിൽക്കും ഞാൻ. ദൈവത്തിന് വേണ്ടി വളർത്തപ്പെടും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകിയില്ലേ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും അത്രേ. അവനിൽ നിന്ന് അവനാൽ അവങ്കലേക്ക്. ആമേൻ. എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിൽ നിന്ന് മേടിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അവനെ വളർത്തും. വളർത്തി ഒരു പരുവാകുമ്പോൾ ഞാൻ എന്തോ ചെയ്തേക്കാം? ദൈവവേലയ്ക്ക് തന്നെ ഞാൻ കൊടുത്തേക്കാം. അവനിൽ നിന്ന് അവനാൽ അവങ്കലേക്ക്
മഹത്വം എന്നേക്കും അവനിരിക്കട്ടെ. അവനിൽ നിന്ന് അവനാൽ അവങ്കലേക്ക് ഞാൻ വളർത്തും, ദൈവത്തിന് വേണ്ടി വളർത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ദൈവത്തിന് വേണ്ടി വളർത്തും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൈ അവനോടുകൂടെ ഇരിക്കും. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി വളർത്തും. ആമേൻ. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി ഒരുക്കും. ആമേൻ. ഞാൻ ദൈവത്തിന് വേണ്ടി നീ നിനക്കായി വളർത്തിയ നിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുരുഷൻ്റെ മേൽ നിൻ്റെ കൈ ഇരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് മടങ്ങിപ്പോകാം. ഞാൻ അവൻ്റെ വലത്ത് ഭാഗത്തിരിക്കും, ഞാൻ അവന് വേണ്ടി വളരും, അവന് വേണ്ടി വളർത്തും. ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെയിരിക്കും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കള, നിങ്ങളെ ശുദ്ധീകരിക്കുക, വസ്ത്രത്തെ മാറുവി. വസ്ത്രങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഇനി ഇതും കൂടെ ഉൾപ്പെടെ നമുക്ക് 5 സെഷനേ ഉള്ളൂ എനിക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ 4 സെഷനേ ഉള്ളൂ. ഈ 4 സെഷനിൽ ഞാൻ ഈ സബ്ജക്റ്റ് എൻ്റെ മെയിൻ കോറിലേക്ക് പോയി അത് പൂർത്തീകരിക്കും. അതിൻ്റെ കോർ മെസ്സേജ് എന്തായിരുന്നാലും നിങ്ങൾക്ക് നൽകിയിട്ടേ പോകത്തുള്ളൂ. ആമേൻ. എന്നാൽ അതിന് മുമ്പേ അതിൻ്റെ ചില ഭാഗങ്ങളിൽ കൂടെ ദൈവം നമ്മളെ ധരിപ്പിക്കുന്ന വസ്ത്രം എന്നതിന് മുമ്പേ ആ വസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയത് മറന്നീക്കി നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമതായി നാം കണ്ടു ഗാർമെൻറ്റ് ഓഫ് അതർ കാൻഡിഡേറ്റ്. ഞാൻ ഇനി അത് വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി നമ്മൾ തന്നെ ധരിക്കുന്നതായ ചില വസ്ത്രങ്ങളെ നാം കണ്ടു. എന്നാൽ ഇന്ന് രാവിലെ തുടങ്ങി നാം ധ്യാനിച്ചു തുടങ്ങിയിരിക്കുന്നത് സ്ട്രിപ്പിംഗ് ഡ്രസ്സസ്, നമ്മളിൽ നിന്ന് അഴിച്ചു മാറ്റപ്പെടുന്നതായ വേഷങ്ങൾ. ഇന്ന് രാത്രികാലം എൻ്റെ സഹോദരങ്ങളെ, എവിടെയൊക്കെ നിങ്ങളിൽ നിന്ന് ശത്രു നിങ്ങളുടെ ഉടുപ്പ് അഴിച്ചിട്ടുണ്ടോ, ഈ ദിവസങ്ങളിൽ 2025 കയറുന്നതിന് മുമ്പ് അതിന് പകരം ഒന്ന് മേടിച്ചിട്ട് 2025 കയറാവോ? ആമേൻ. ശത്രു അഴിച്ച ഉടുപ്പിനെ ഞാൻ തിരിച്ചു പിടിക്കുക. ഇന്ന് രാത്രി എത്ര പേർ പറയാ, ശത്രു അഴിച്ച ഉടുപ്പിനെ ഞാൻ തിരിച്ചു പിടിക്കുക? എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ പകലിൽ നാം ധ്യാനിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. ആമേൻ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഇവിടെ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചിരുന്നു, ജെറുസലേം എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ സിറ്റിയാണ്. അവിടെ കൂടുതലും പ്രാർത്ഥനയും ആരാധനയും ഈ വിധമായ കാര്യങ്ങളാണ്. അവിടെ കൃഷിയോ അല്ലെങ്കിൽ ആ വിധമായിട്ടുള്ള അവിടെ അതൊരു കൊമേഴ്സ്യൽ സിറ്റി അല്ല. ആകയാൽ ഈ സിറ്റിയിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അടുത്തുള്ള കൊമേഴ്സ്യൽ സിറ്റിയായ ജെറിഹോവിൽ പോയി സാധനങ്ങൾ മേടിച്ച് വണ്ടിയിൽ കയറ്റി ജെറുസലേമിൽ കൊണ്ടുവന്നാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ആകയാൽ മനുഷ്യരെന്ത് ചെയ്യുക, ആമേൻ, കയ്യിലിരിക്കുന്ന കാശെടുത്ത് പോക്കറ്റിൽ വെച്ച് കാലി വണ്ടിയുമായിട്ട് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകും. ഈ യെരിഹോവിൽ പോയി ഈ കാശ് കൊടുത്ത് സാധനം മുഴുവൻ മേടിച്ചിട്ട് അവർ ഫുള്ളോട് വണ്ടിയുമായിട്ട് തിരിച്ച് യെരൂശലേമിൽ വന്ന് ഇതിനെ വ്യാപാരം ചെയ്യുക. ചിലർ പഠിപ്പിക്കുന്നുണ്ട് യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് പിന്മാറി അവൻ ലോകത്തിലേക്ക് പോയപ്പോഴാണ് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടതെന്ന്. ഞാൻ രാവിലെയും അത് ഓർപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അതുവഴി പോയ ലേവ്യനും പിന്മാറ്റക്കാരനാണ്, അതുവഴി പോയ പുരോഹിതനും പിന്മാറ്റക്കാരനാണ്, അതുവഴി പോയ ശമരിയക്കാരനും പിന്മാറ്റക്കാരനാണ്. ആമേ. ആകയാൽ അതിനകത്തൊരു യാഥാർത്ഥ്യമില്ല. പകരമോ ഇവർ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവ്, ഇത് വാസ്തവത്തിൽ യേശു കർത്താവ് രക്ഷാപദ്ധതിയെക്കുറിച്ച് പറയുവാൻ വേണ്ടി എടുത്ത ഉപമയല്ല, സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ള ഉപമ പഠിപ്പിക്കാൻ വേണ്ടി, സ്നേഹത്തെ പഠിപ്പിക്കാൻ എടുത്ത ഉപമയാണ്. സ്തോത്രം. ഇത് കാതലിക് തിയോളജിക്കകത്ത് നിന്നാണ് ഇത് ഇത്രയധികം നല്ല ശമരിയക്കാരനെ ക്രിസ്തുവിനോട് ഉപമിച്ച് തന്നെ എടുത്തുകൊണ്ടുവന്നത്. സ്തോത്രം. അത് കാതലിക് തിയോളജിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗുഡ് സമരിട്ടൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയത്. ജീസസ് ഈസ് ഗുഡ് സമരിട്ടൻ എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത് തന്നെ അത് കാതലിക് കാറ്റിസത്തിനകത്തു നിന്ന് കയറി
വന്ന ഒരു ഭാഗമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നല്ല ശമരിയക്കാരനായ ക്രിസ്തുവിനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്നാൽ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യന് 3 കാര്യങ്ങൾ സംഭവിച്ചോ. 1, അവൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടോ. 2, അവൻ ആഴത്തിൽ മുറിവേറ്റോ. 3, അവൻ്റെ ജീവൻ്റെ പകുതി അവർ കൊണ്ടുപോയി. സ്തോത്ര. 3 തലങ്ങളിൽ അവൻ ആക്രമിക്കപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ 3 തലം വിശദീകരിച്ചതാണ്. ഇനി അതിലേക്ക് കയറുന്നില്ല. എന്നാൽ അതിലെ 1-ാമത്തെ ഭാഗം, അവൻ്റെ വസ്ത്രം അവർ അഴിച്ചു കൊണ്ടുപോയി. ഈ വസ്ത്രം അഴിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഇന്നും മുസ്ലിങ്ങളിലെ ആണുങ്ങൾ മാത്രമേ സ്വർണം ധരിക്കൂ. സഹോദരങ്ങളെ, ഇവൻ്റെ വസ്ത്രം അപ്പോൾ ഈ വിധമായിട്ടുള്ള സംഗതികളെ ധരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ, ഈ വസ്ത്രമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ സകല പണവും. ഈ വസ്ത്രത്തിനകത്ത് അവൻ്റെ മാലയുണ്ട്, വസ്ത്രത്തിനകത്ത് ഇവൻ്റെ മോതിരമുണ്ട്, വസ്ത്രത്തിനകത്ത് ഇവൻ്റെ അരക്കച്ചയുണ്ട്. ഇത് മുഴുവൻ എന്തായിരുന്നെന്നറിയാമോ? ഇവൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള കാശായിരുന്നു അവൻ്റെ കയ്യിലിരുന്നത്. വസ്ത്രം അഴിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിൻ്റെ പോക്കറ്റിലായിരുന്നു ഇവൻ എന്ത് ചെയ്തിരുന്നത്? വസ്ത്രത്തിനകത്ത് ഈ കാശ് വെച്ച് അവർ തുന്നിക്കെട്ടിയായിരുന്നു വെച്ചുകൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വസ്ത്രം അങ്ങനെ അഴിച്ചുകൊണ്ടുപോയിട്ട് ഈ വസ്ത്രം പിന്നീട് അവിടെ ചെന്നിരുന്ന് അതിൻ്റെ തുന്നലെല്ലാം അഴിച്ചഴിച്ചാണ് നോക്കുന്നത്, എവിടെയാ കാശിരിക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വസ്ത്രം അഴിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവനുള്ളതെല്ലാം അവരെടുത്തു കൊണ്ടുപോയി. ഇവരെവിടെ പോയതാണെന്നറിയാമോ? അവനൊരു വലിയ സ്വപ്നവുമായി യാത്ര ചെയ്തതാണ്. യെരിഹോവിൽ പോകണം, അവിടെ പോയി ഇന്ന സാധനങ്ങൾ മേടിക്കണം. അവൻ ഇന്ന സാധനങ്ങൾ മേടിച്ച് തിരികെ യെരൂശലേമിൽ കൊണ്ടുവരണം. യെരൂശലേമിൽ ഇപ്പോൾ അടുത്ത പെസഹ പെരുന്നാൾ വരികയാണ്. അന്നേരത്തേക്ക് നല്ല ആൾത്തിരക്ക് വരും. അപ്പോൾ കച്ചവടം നടക്കും. അവൻ എവിടുന്നൊക്കെയോ ആൾക്കാരുടെ ഇന്ന് കാശും മേടിച്ച് അവൻ പോയതാ. ഈ കച്ചവടം കഴിയുമ്പോൾ ബാക്കി തിരിച്ചും തരാമെന്ന് പറഞ്ഞ് അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവനുള്ളതെല്ലാം വാരിക്കുട്ടിപ്പോയതാ. പക്ഷെ പോയ വഴിക്ക് എന്തോ പറ്റിയെന്നറിയാമോ? കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടോ. സ്വപ്നങ്ങളുമായി യാത്ര ചെയ്തു പോകുമ്പോൾ എവിടെയോ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടോ. അവനുള്ളതെല്ലാം നഷ്ടമായി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി സ്വപ്നത്തോടാ കല്യാണം കഴിപ്പിച്ചത്, ഒത്തിരി സ്വപ്നങ്ങളോട് അവരെ പഠിപ്പിച്ചത്. പക്ഷെ പഠിപ്പിക്കാൻ വിട്ടിടത്ത് കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടോ. വിവാഹത്തിന് കഴിപ്പിച്ച് വിട്ടത് കള്ളന്മാരുടെ കയ്യിലായിരുന്നു. എവിടെയൊക്കെയോ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടോ. ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉള്ളതെല്ലാം കൊടുത്തുപോയി. പക്ഷെ ചെന്നുപെട്ടത് എവിടെയായിരുന്നു? കള്ളന്മാരുടെ കയ്യിലായിരുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എവിടെയെങ്കിലും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് നിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ഒന്ന് തിരിച്ചു പിടിക്കാൻ കയറി വരാമോ? ഇന്ന് രാത്രികാലം ഒന്ന് തിരിച്ചു പിടിക്കാൻ കയറി വരാമോ? എൻ്റെ ജീവിതത്തിൽ മാനുഷിക കള്ളന്മാർ എന്നിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയ വസ്ത്രങ്ങൾ, അപാലകട ഭർത്തനാദിയ, അത് മാന്യതയുടെ വസ്ത്രമായിരിക്കുക, അത് സമ്പാദ്യത്തിന്റെ വസ്ത്രമായിരിക്കുക, അത് നിക്ഷേപങ്ങളുടെ വസ്ത്രമായിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനം അധരം തുറന്ന് പ്രാർത്ഥിച്ച് കയറിയാട്ട്, അൽബര പ്രവാചക പ്രൗഢഭർത്തനാദിയ, എനിക്കൊന്ന് മടക്കി പിടിക്കണം, എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. പിശാചിന്റെ കള്ളന്മാര്, മനുഷ്യരിലെ കള്ളന്മാര് എന്നിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയത്, ആഭിചാരം കൊണ്ട് കള്ളന്മാരെടുത്തത്, മന്ത്രവാദം കൊണ്ട് കള്ളന്മാരെടുത്തത്, വഞ്ചന കൊണ്ട് കള്ളന്മാരെടുത്തത്, ചതി കൊണ്ട് കള്ളന്മാരെടുത്തത്, എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. ജീസസ്. അപ്പോൾ തന്നെ ഒരു കാര്യം ദൈവജനത്തിൻ്റെ അടുക്കൽ പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളെ കള്ളന്മാർ തൊടാതെ വേണ്ട ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. സ്തോത്ര. കള്ളന്മാർ വസ്ത്രത്തെ കൊണ്ടുപോയി. ഒന്ന്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാൽ വസ്ത്രം പോകുക. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിൻ്റെ അടുക്കൽ പറയട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിക്കുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ നിങ്ങൾ അകപ്പെടരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വിടുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടരുത്. ഏതെങ്കിലും പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നാടുനീളം നടക്കുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടരുത്. ആത്മീകമായി, കുടുംബ ബന്ധങ്ങളിൽ, ഭൗമികമായി എവിടെയും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടരുത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തോട്ട്, എൻ്റെ ഉടുപ്പ് നഷ്ടമാകാൻ ഞാനൊരു കള്ളന്റെ കയ്യിൽ കൊണ്ടുപോയി എന്നെ കൊടുക്കത്തില്ല. കള്ളന്റെ കയ്യിൽ അകപ്പെട്ട വസ്ത്രം നഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല.
കള്ളൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ വസ്ത്രം നഷ്ടമാകുക. ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടോ, വസ്ത്രം നഷ്ടമായോ, ഈ രാത്രികളിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. പ്രാർത്ഥനയിൽ കയറാ. ദൈവം നമ്മളെ ഒരു നല്ല ശമരിയക്കാരൻ നമ്മുടെ അരികത്ത് വന്ന് ഒരിക്കൽ കൂടെ നമ്മളെ ഒന്ന് റീഡ്രസ് ചെയ്യട്ടെ, നമ്മളെ ഒന്ന് അഡോൺ ചെയ്യട്ടെ. അപാലകട ഹർത്തനെ ജബലാര ഹർത്തന കട്ടാർ മനസിയ ദിഗലം ജബാര ബൗഡ പ്രവാർത്തിയ. എൻ്റെ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായ അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് ഞാനൊരു 3 ഭാഗം പറഞ്ഞിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു കയറാം. ആമേൻ. രണ്ടാമത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 37-23-ാം വാക്യ. യോസെഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി. ആമേൻ. അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി. അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി. ആമേൻ. എന്താണ് ഇവൻ ഉടുത്തിരുന്ന നിലയെങ്കി ഊരിയത്? സ്വപ്നം ഉള്ളത് കൊണ്ടാണ് അവനെ കുഴിയിലിട്ടത്. ദർശനം ഉള്ളത് കൊണ്ടാണ് ഇവനെ കുഴിയിലിട്ടത്. കുഴിയിലിട്ടിട്ട് പറയുകയാണ് ഇവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് കാണാമല്ലോ. അപ്പം ദർശനത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു കുഴിയിലിട്ടത്. പക്ഷെ ഉടുപ്പൂരിയത് ദർശനത്തിനുള്ള പോരല്ല. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 37-ന്റെ 3-ലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയെങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അമേൻ. അമേൻ. യോസെഫ് ഇട്ട ഉടുപ്പ് എന്തായിരുന്നെന്നറിയാമോ? അപ്പൻ്റെ സ്നേഹ, അല്ലെങ്കിൽ അവൻ്റെ പ്രിവിലേജ് ആയിരുന്നു ആ ഉടുപ്പ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അമേ, എവിടെയൊക്കെയോ നിനക്ക് കിട്ടിയ ചില പ്രിവിലേജുകൾക്ക് നേരെ, നിനക്ക് കിട്ടിയ ചില ഫേവറുകൾക്ക് നേരെ, എവിടെയൊക്കെയോ ഉയർന്നു വന്ന അസൂയകൾ, എവിടെയൊക്കെയോ നിന്നെ ആരോ ചിലർ സ്നേഹിച്ചത് കണ്ട്, എവിടെയൊക്കെയോ നിന്നെ ചിലർ മാനിച്ചത് കണ്ട്, നിന്റെ അപ്പന് നിന്നോടൊരിച്ചിരി വാത്സല്യമുണ്ടായിരുന്നോ, നിന്റെ അമ്മയ്ക്ക് നിന്നോടൊരിച്ചിരി കരുണയുണ്ടായിരുന്നോ, അതിൻ്റെ പകയ്ക്കകത്ത്, അതിൻ്റെ അസൂയക്കകത്ത് എവിടെയോ ഒരു പാസ്റ്റർ വന്ന് നിന്റെ മേളിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞോ, അവിടം തുടങ്ങി അമേ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് കണ്ട് അവിടെ തുടങ്ങിയ അസൂയ പോലെ ദൈവത്തിന് നിന്നോട് ദൈവം നിന്നോട് കാണിച്ച ഫേവറിനകത്ത്, ദൈവം നിന്നോട് കാണിച്ച ആ പ്രിവിലേജിനകത്ത്, ദൈവം നിന്നോട് പറഞ്ഞ ആ ദൂതിനകത്ത്, ദൈവം നിനക്ക് നൽകിയ മാർക്കിനകത്ത്, ദൈവം നിനക്ക് നൽകിയ ആ വെൽബീയിങ്ങിനകത്ത് എവിടെയെങ്കിലും പിശാച് അസൂയ പൂണ്ട് നിന്റെ വസ്ത്രം ഊരിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വസ്ത്രത്തെ തിരിച്ചു പിടിക്കണം. ണ്ടോ അസൂയ കൊണ്ട് വസ്ത്രം നഷ്ടമാകുക. നിന്റെ പ്രിവിലേജ്, നിനക്ക് കിട്ടിയ ഫേവർ, നിന്നോടുള്ള സ്നേഹത്തിന്റെ വസ്ത്രം, ഈ വസ്ത്രം ഊരുമ്പോൾ അവർക്ക് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അവർക്ക് ഇവനോടുള്ള പക, അസൂയ, ഇവന് കിട്ടുന്ന പ്രിവിലേജ്, ഇവന് കിട്ടുന്ന ഫേവർ, അതവർക്ക് പിടിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, നിന്റെ അപ്പന് നിന്നോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെന്ന് നിനക്കറിയത്തില്ലേ? നിന്റെ സ്വർഗത്തിലെ അപ്പന് നിന്നോടൊരു അല്പ സ്നേഹം കൂടുതലുണ്ടെന്ന് നിനക്കുറപ്പില്ലേ? അങ്ങനെയെങ്കിൽ നീ അറിഞ്ഞുകൊള്ളണം, നിന്റെ ഉടുപ്പിനെ നോട്ടമിട്ടിരിക്കുന്ന ചിലരുണ്ട് കേട്ടോ. അപ്പ സ്നേഹത്തിൽ ഉണ്ടാക്കി തന്ന ചില നിലയങ്കികൾക്ക് നേരെ പൈശാചിന്റെ കണ്ണുകളുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ കയറിയോട്ടെ. Holy Spirit, പ്രവർത്തനാദി ലോർമഹസ്യ ജനാദര ജീസസ്. അമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അമേൻ, ഒന്ന്, നിന്റെ സ്വപ്നങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നീ അകപ്പെട്ടു പോകുന്ന കള്ളന്മാരുടെ കയ്യിൽ നിന്റെ ഉടുപ്പ് നഷ്ടപ്പെടും. 2, ദൈവം നിനക്ക് നൽകുന്ന പ്രിവിലേജിനകത്ത്, ഫേവറിനകത്ത് ഉളവാകുന്ന അസൂയക്കകത്ത് നിന്റെ ഉടുപ്പ് അടിച്ചെടുക്കും. 3-ാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 27 അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 27:28, അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. ഞാൻ ചുവന്ന മേലങ്കിയിലേക്ക് അടുത്ത പോർഷനിൽ വരാം. പക്ഷേ അമേൻ, നിന്റെ മേളിൽ ഈ അങ്കി കിടക്കുന്നിടത്തോളം അവൻ്റെ ചില അങ്കികൾ നിന്നെ ധരിപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ മേളിൽ ഈ ഉടുപ്പ് കിടക്കുന്നിടത്തോളം അവന് നിന്നെ വേറെ ചില ഉടുപ്പുകൾ ഇടിപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ മേളിൽ എത്ര പയറ്റിയിട്ടും അവൻ്റെ പ്ലാനുകൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ആകുന്നില്ല.
അവൻ എത്ര ആഭിചാരം ചെയ്തിട്ട് നിന്റെ മേളിൽ ഏക്കുന്നില്ല. അവൻ എത്ര ദൂഷണം പറഞ്ഞിട്ട് നിന്റെ മേളിൽ അങ്ങോട്ട് ഏക്കുന്നില്ല. അവൻ എത്ര അടിപ്പാര വെച്ചിട്ട് നിനക്കങ്ങോട്ട് ഏക്കുന്നില്ല. അവൻ്റെ മേലെങ്കിൽ നിന്നെ ധരിപ്പിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നിന്റെ ഉടുപ്പൂരിയാലേ പറ്റത്തുള്ളൂ. നീ ഇട്ടിരിക്കുന്ന ഒരു ശുഭ്രമേലങ്കിയുണ്ട്, നീ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ഒരു പ്രാർത്ഥനയുടെ വസ്ത്രം. ആ പ്രാർത്ഥനയുടെ വസ്ത്രം നിന്റെ മേളിൽ കിടക്കുന്നിടത്തോളം അവൻ്റെ ആഭിചാരത്തിൻ്റെ മേലങ്കി നിന്റെ മേൽ ഇടാൻ പറ്റുന്നില്ല. നിന്റെ ഉപവാസത്തിൻ്റെ വസ്ത്രം നിന്റെ മേളിൽ കിടക്കുന്നിടത്തോളം ആ ശത്രുവിൻ്റെ മേലങ്കി നിന്റെ മേൽ ഇടാൻ പറ്റുന്നില്ല. നിന്റെ വേർപാടിൻ്റെ, നിന്റെ സ്തുതി എന്ന മേലാട്, നിന്റെ രക്ഷയുടെ വസ്ത്രം, നിന്റെ നീതി എന്ന അങ്കി, അത് നീ ധരിച്ചു നിൽക്കുന്നിടത്തോളം ശത്രുവിന് അവന്റെ ആഭിചാരത്തിന്റെ, അവന്റെ ആയുധത്തിന്റെ ഉടുപ്പ് നിന്റെ മേൽ ഇടിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് തക്കവണ്ണോ അവൻ നിന്റെ വസ്ത്രത്തെ പറിച്ചുരിയുകയാണ്. ഇന്ന് രാത്രികാലം കയറിയോട്ട് പ്രവാചക പ്രൗഢമാർദിയ ഏത് മേഖലയിൽ ശത്രു നിന്റെ ഉടുപ്പ് പറിക്കാൻ നിൽക്കുന്നെങ്കിലോ അത് നിന്റെ മാന്യതയുടെ ഉടുപ്പാകട്ടെ, അത് നിന്റെ അനുഗ്രഹത്തിന്റെ ഉടുപ്പാകട്ടെ, അത് നിന്റെ നന്മയുടെ ഉടുപ്പാകട്ടെ. ഇന്ന് രാത്രി നിന്റെ ഉടുപ്പ് പറിക്കാൻ നിൽക്കുന്ന പോർമണ്ഡലങ്ങളുടെ നേരെ സ്തോത്രം പറഞ്ഞ് കയറി വാ. എന്റെ ഉടുപ്പ് പറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ വസ്ത്രം പറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കള്ളന്റെ കയ്യിലോ എന്റെ വസ്ത്രം പോകത്തില്ല, ഒരു അസൂയക്കകത്ത് എന്റെ വസ്ത്രം പോകത്തില്ല, ഒരു പോരാട്ടത്തിനകത്ത് എന്റെ വസ്ത്രം പോകത്തില്ല. നമ്മുടെ മുമ്പിൽ ഇനി 2 പാർട്ടാണ് അതിൻ്റെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ വിഷയത്തെ എത്രയും വേഗത്തിൽ തീർക്കണം. ആമേൻ. അന്യർ നമ്മളിൽ നിന്ന് അഴിച്ചെടുക്കുന്ന വസ്ത്രത്തെ നാം കണ്ടു. അടുത്തത് അന്യർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രം. അന്യർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രം. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുമ്പോൾ എൻ്റെ ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാനൊരു ക്വസ്റ്റ്യൻ എറിയുകയാണ്. നീ ഇന്നിട്ടിരിക്കുന്ന ഉടുപ്പ് ഏതുടുപ്പാണെന്ന് ഇന്ന് രാത്രി ഒന്ന് തിരിച്ചു പറഞ്ഞിട്ട് പോകണം. ഇന്ന് രാത്രി നീ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ആര് തയ്പ്പിച്ചെന്ന ഉടുപ്പാ? ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരാം. ഇന്ന് രാത്രി നീ ഇട്ടിരിക്കുന്ന ഉടുപ്പ് നിനക്കാര് തയ്പ്പിച്ച് തന്ന ഉടുപ്പാ? യു ആർ ഒബ്ലിക് ടു റിപ്ലൈ. ജീസസ്. ഞാൻ യോസഫിലേക്ക് തന്നെ കടന്നു വരാം. യോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൽ പ്രധാനമായി 5 വസ്ത്രങ്ങൾ യോസഫ് ധരിച്ചിട്ടുണ്ട്. 5 വസ്ത്രങ്ങൾ യോസഫ് ധരിച്ചു. ഒന്നാമത് യോസഫ് ധരിച്ച ഉടുപ്പ് ആരുടെയായിരുന്നു? അപ്പൻ ഉണ്ടാക്കി കൊടുത്ത സ്നേഹത്തിൻ്റെ ഉടുപ്പ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവപൈതലിനോട് ഞാൻ പറയട്ടെ, മാനുഷിക പിതാവിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അപ്പൻ്റെ ഫേവറിൽ എല്ലാ കാലവും ജീവിക്കാൻ നോക്കരുത്. പാരമ്പര്യത്തിൻ്റെ ഫേവറിൽ എല്ലാ കാലവും ജീവിക്കാൻ നോക്കരുത്. കുടുംബക്കാരുടെ സപ്പോർട്ടിൽ എല്ലാ കാലവും ജീവിക്കാൻ നോക്കരുത്. അപ്പൻ്റെ ഓഹരി വേണ്ടാന്നേ, അമ്മയുടെ ഓഹരി വേണ്ടാന്നേ, അത് പോട്ടെന്നേ. അപ്പൻ്റെ ഉടുപ്പ് സഹോദരങ്ങൾക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന ഉടുപ്പാണ്. അപ്പൻ്റെ ഉടുപ്പ് സഹോദരങ്ങൾക്ക് പറിച്ചെടുക്കാൻ കഴിയും. The tradition, the heritage, the legacy, അത് മനുഷ്യന് പറിച്ചെടുക്കാൻ കഴിയും. ജോസഫേ, നീ അപ്പൻ്റെ ഉടുപ്പിട്ട് വലിയ ആളൊന്നും കളിക്കണ്ട, അത് നാട്ടുകാർ കൊണ്ടുപോകാൻ പറ്റുന്നതാ. ഇന്ന് രാത്രി ഒരു ഹെറിറ്റേജിനകത്ത് നീ നിൽക്കാൻ നോക്കരുത്. ഇന്ന് രാത്രി ഒരു ഹ്യൂമൻ ലെഗസിക്കകത്ത് നീ നിൽക്കാൻ നോക്കരുത്. അതല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. The dress of legacy, the dress of heritage പോയോ? പോയി. രണ്ടാമത് സ്തോത്രം, രണ്ടാമത് യോസഫിന് കിട്ടിയ ഉടുപ്പ് എവിടെ ചെന്നിട്ടാണെന്നറിയാം? പൊത്തിഫറിന്റെ വീട്ടിൽ. പൊത്തിഫറിന്റെ വീട്ടിൽ ഒരു ഉടുപ്പ് കിട്ടി. എന്തുടുപ്പായിരിക്കും കിട്ടിയത്? ഒരടിമയുടെ ഉടുപ്പ്. അടിമയുടെ ഉടുപ്പ്. അതിന് ചിലപ്പോൾ വീടിൻ്റെ മേൽവിചാരകനായതുകൊണ്ട് സ്റ്റാറൊക്കെ വെച്ച് കാണും.
നാട്ടിൽ നിൽക്കുന്ന ഹോം ഗാർഡ് ആയിരുന്നാലും, നാട്ടിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ ആയിരുന്നാലും, നാട്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആയാലും, SI ആയാലും, CI ആയാലും, ഇനി IPS കാരനല്ല DGP ആയാലും സ്റ്റാറിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ. നീ ഇടുന്നത് എന്തോ തന്നെ ആയിരിക്കും, കാക്കി തന്നെ ആയിരിക്കും. അടിമയ്ക്ക് കാക്കിയേ ഉള്ളന്നേ, സ്റ്റാർ വെക്കും. പക്ഷേ നീ എത്ര ഉന്നത പദവിയിലെത്തിയാലും നീ കാക്കിയേ ഇടത്തുള്ളൂ. ജീസസ്. ഇതാണ് അടിമവേഷത്തിൻ്റെ പ്രത്യേകത. ഇവൻ എത്ര പൊത്തിഫറിന്റെ വീട്ടിലെ എല്ലാ കാര്യവും ഇവനാ നോക്കുന്നത്. ആൾക്കാർ വന്നിട്ട് പൊത്തിഫറിന്റെ മോനായിരിക്കും അല്ലേ, ആരും പറയത്തില്ല. എൻ്റെ ഉടുപ്പ് കാണുമ്പോഴേ അറിയാം അടിമ. മിടുക്കനാണല്ലോ അടിമ, അത്രയുമേ പറയത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഈ നാട്ടിലൊക്കെ ഇപ്പം ചെല്ലുമ്പോൾ കേറ്ററിങ്ങിലൊക്കെ മാനേജർമാരെ നിർത്തും. അത് ചിലപ്പോൾ അളിയനോ അമ്മാച്ചനോ ചേട്ടൻ്റെ മോനോ ഒക്കെ ആയിരിക്കും. ആ പുള്ളിക്കാരൻ എന്തില്ലെന്നറിയാമോ? യൂണിഫോം കാണത്തില്ല. ബാക്കി എല്ലാവർക്കും യൂണിഫോം കാണും. ഈ പുള്ളി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും നോക്കുകയൊക്കെ ചെയ്യും. കാരണം അവിടെ ഉള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇതാ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഓണർ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ആയിരുന്നാൽ തന്നെയും നല്ല റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ വെയിറ്റർ അല്ലാതെ യൂണിഫോം ഇടാതെ ഒരാൾ അതുവഴി നടക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം അതിൻ്റെ ഇൻചാർജാണ്. അപ്പം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ. പക്ഷേ പൊത്തീഫറിൻ്റെ വീട്ടിൽ നിന്ന് യോസെഫിന് കിട്ടിയ ഉടുപ്പ് ഏതായിരുന്നെന്നറിയാമോ? അടിമയുടെ വേഷം. അടിമയുടെ വേഷം കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ യോസെഫ് സാധിപ്പിച്ചെടുത്തു. ജീവിതമൊക്കെ ഒന്ന് സെറ്റിലായെന്ന് പുള്ളിക്ക് തോന്നി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പല ദൈവമക്കളും എൻ്റെ ജീവിതമൊക്കെ ഒന്ന് സെറ്റിലായി, ഒരു പരുവത്തിലൊക്കെ പോകുന്നുണ്ട്. നോ, നീ അടിമയുടെ വേഷം ഇട്ടേക്കുന്നേ, നീ അടിമയുടെ വേഷം ഇട്ടേക്കുന്നേ. ആമേൻ. ഈ അടിമയുടെ വേഷം, പൊത്തീഫർ ഇട്ട ഉടുപ്പ് ആര് പിടിക്കാൻ പരുവത്തിലേ ഉള്ളൂ? പൊത്തീഫറിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അടിമവേഷം നിങ്ങളുടെ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. പൊത്തീഫർ ഇട്ട ഉടുപ്പ് പൊത്തീഫറിൻ്റെ ഭാര്യ ഊരിക്കൊണ്ടുപോയി. ജീസസ്. ഇവിടെയൊക്കെ യോസെഫിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ യോസെഫിൻ്റെ ഓരോ ഉടുപ്പ് പറിക്കപ്പെടുമ്പോഴും അപ്പുറത്തൊരു കഥ മെനയപ്പെടുന്നുണ്ടായിരുന്നു. സഹോദരന്മാർ ഉടുപ്പ് ഊരിയപ്പോൾ ഒരു കഥ മെനയപ്പെട്ടു, ഇവൻ ചത്തുപോയി. പൊത്തീഫറിന്റെ വീട്ടിൽ ഉടുപ്പ് ഊരിയപ്പോൾ അടുത്ത കഥ മെനയ്ക്കപ്പെട്ടു, ഇവൻ കള്ളനാണ്. അവിടെ നിന്ന് യോസെഫിനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. യോസെഫിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ വസ്ത്രം പ്രിസൺ ഗാർമെന്റ്സ്. യോസെഫ് ഈ പ്രിസൺ ഗാർമെന്റ്സ് ഒത്തിരി കാലം ഇട്ടു. എന്നാൽ ഒരു ദിവസം 41 അധ്യായം 14 വാക്യത്തിൽ അവനൊരു പുറപ്പാട് കിട്ടി. എൻ്റെ സഹോദരങ്ങളെ, ആദ്യത്തെ 2 വസ്ത്രവും നാട്ടുകാരഴിച്ചുകൊണ്ട് പോയത്, വീട്ടുകാരും നാട്ടുകാരും അഴിച്ചുകൊണ്ട് പോയി. പക്ഷേ 41 അധ്യായം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഉടനെ ഫറവോൻ ആളയച്ചു യോസെഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. ഇനി മലയാളം വായിച്ചാൽ ശരിയാവത്തില്ല. ആമേൻ. And he shaved himself and changed his raiment and came in unto Pharaoh. ഉണ്ടോ? മലയാളവും ഇംഗ്ലീഷും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമാണെന്ന് കണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ജയിലിൽ നിന്ന് ഇവനൊരു വിളിയും വന്നു, ഒരു വിടുതലും വന്നു. 2 കാര്യങ്ങളാണ് പറയുന്നത്. വിളി വന്നു, വിടുതൽ വന്നു. വിളി വന്നു, വിടുതൽ വന്നു. ഇന്ന് രാത്രി ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ പറയാം, നിന്റെ മേളിൽ ആരെങ്കിലും ഒക്കെ കാരാഗ്രഹത്തിന്റെ വസ്ത്രം ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിളി കിട്ടിയാൽ, വിടുതൽ കിട്ടിയാൽ വലിച്ചൂരിയാക്കണം. ഇന്ന് രാത്രി വിളി കിട്ടിയിട്ടും വിടുതൽ കിട്ടിയിട്ടും പഴയ അടിമത്തത്തിന്റെ ബന്ധനത്തിന്റെ ഉടുപ്പിട്ടുകൊണ്ട് നീ നടക്കരുത്. ദൈവം നിന്നെ വിടുവിച്ചില്ലേ? ദൈവം നിന്നെ പുറത്തിറക്കിയില്ലേ?
പിന്നെ നീ എന്തിനാ പഴയ കാരാഗ്രഹ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നേ? He shaved himself. എന്റെ മുഖഭാവം മാറ്റാൻ വേറെ ആരും വേണ്ട എനിക്ക്. ആമേൻ. ഇത്രയും നാളായിട്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരുന്നാൽ പോലും 1 മാസം 2 മാസമൊക്കെ മുടി താടി അങ്ങ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ബാർബർ ഷോപ്പിൽ പോയി വെട്ടാമെന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. യോസഫ് പറഞ്ഞു, നോ 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 നോ, വിളി വന്നു, വിടുതൽ വന്നോ, എൻ്റെ മുഖഭാവം ഞാൻ ശരിയാക്കുക. കഴിഞ്ഞ കുറെ നാളായി കാരാഗ്രഹത്തിൽ കിടന്ന്, കഷ്ടതയ്ക്കകത്ത് കിടന്ന്, അപമാനത്തിനകത്ത് കിടന്ന്, നിന്നയ്ക്കകത്ത് കിടന്ന് എൻ്റെ മുഖം വിരൂപമായി. പക്ഷെ ഇനി എൻ്റെ മുഖത്തെ ഷെയ്പ്പ് മാറ്റുന്നത് അതിനി വേറൊരുത്തനല്ല, ഞാൻ തന്നെ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എൻ്റെ ദൈവജനം യൗവനക്കാരോട് ഞാൻ പറയട്ടെ, നിന്റെ വിടുതൽ നിന്റെ കയ്യില, നിന്റെ മാറ്റം നിന്റെ കയ്യില. He shaved himself and he changed his raiment. Ralkatal manadia erekataria. കർത്താവേ, ആരെൻ്റെ മുഖം ഒന്ന് മാറ്റി തരുമോ? ആരെനിക്കൊന്ന് ഷേവ് ചെയ്ത് തരുമോ? ആരെനിക്കൊരു ഉടുപ്പ് മാറ്റി തരുമോ? നോ, എൻ്റെ ഉടുപ്പ് മാറ്റുന്നത് ഞാനായിരിക്കാം, എൻ്റെ ഗതികേട് മാറ്റുന്നത് ഞാനായിരിക്കാം, എൻ്റെ പ്രശ്നം മാറ്റുന്നത് ഞാനായിരിക്കാം. എനിക്ക് ഒന്നിനും കഴിവില്ല, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. എനിക്ക് ഒന്നിനും കഴിയില്ല, പക്ഷേ എനിക്ക് നിലമ്പാട് വീണ് കരയാൻ അറിയാം. എനിക്ക് ഒന്നിനും കഴിയില്ല, പക്ഷെ മുഴങ്കാലിലിരുന്ന് പോരാടാൻ എനിക്കറിയാം. എനിക്കാരുമില്ല, പക്ഷെ സ്വർഗത്തിലൊരു അപ്പനുണ്ട്. I shall shave myself and I shall change my raiment myself. രക്ഷിക്കപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു ദൈവസഭയിൽ വന്ന് നീ ഇന്നൊരു അഭിഷക്തനാ. പക്ഷെ ഇപ്പോഴും സാക്ഷി പറയാൻ കയറിയുന്ന എന്താ പറയുന്നതെന്നറിയാം? എൻ്റെ വല്യപ്പച്ചൻ പണ്ടൊരു പൂജാരിയായിരുന്നു. എടാ, പൂജാരിയുടെ ഉടുപ്പ് നീ കീറിക്കള. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഒത്തിരി കള്ളുകുടിയനായിരുന്നു. നിനക്ക് വിളി വന്നില്ലേ? നിനക്ക് വിടുതൽ വന്നില്ലേ? പാപത്തിന്റെ കുണ്ടറയിൽ നിന്ന്, ശാപത്തിന്റെ കുണ്ടറയിൽ നിന്ന്, സങ്കടത്തിന്റെ കുണ്ടറയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തിറക്കിയില്ലേ? പിന്നെ നീ എന്തിനാ ആ പഴയ ഉടുപ്പ് ഇട്ടോണ്ട് നിൽക്കുന്നേ? ദൈവം നിന്നെ ഇത്രയും വളർത്തിയില്ലേ? ദൈവം നിന്നെ ഇത്രയും വളർത്തിയില്ലേ? ഇതിനകത്ത് 15 വയസ്സുള്ള കൊച്ചുങ്ങളുടെ അടുക്ക ഞാൻ ചോദിക്കട്ടെ, 2 വയസ്സുള്ളപ്പോൾ ഉടുപ്പെടുത്തിടുവോ? നിനക്ക് ദൈവം വളർച്ച തന്നില്ലേ? നിന്നെ ദൈവം വിശുദ്ധീകരിക്കുന്നില്ലേ? നിന്നെ ദൈവം അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നില്ലേ? പിന്നെ നീ എന്തിനാ പഴയ ഉടുപ്പെടുത്തിടുന്നേ? മരണം സംഭവിച്ചു, കടഭാരം വന്നു, തകർച്ച വന്നു, പക്ഷെ ദൈവം അതിനൊക്കെ പകരം നിൽക്കുന്നില്ലേ? നിന്റെ അപ്പൻ മരിച്ചെങ്കിൽ ദൈവം നിനക്കൊരു അപ്പനല്ലേ? നിന്റെ കെട്ടിയോ പോയെങ്കിൽ ദൈവം നിനക്ക് അതിനൊക്കെ നല്ലൊരു മണവാളനല്ലേ? പിന്നെ നീ എന്തോത്തിനാ ഈ പഴയ സങ്കടത്തിന്റെ വസ്ത്രം എടുത്തോണ്ട് നിൽക്കുന്നേ? നിന്നെ വിളിപ്പിച്ചു, നിന്നെ പുറത്തിറക്കി. ഇനി നീ ഔടുപ്പെടരുത്, ഇനി നീ ഔടുപ്പെടരുത്. എനിക്ക് മനസ്സില്ലെന്നേ ഔടുപ്പെടാൻ, എനിക്ക് മനസ്സില്ലെന്നേ അമ്മുട് ഉടുപ്പിടാൻ. ഞാനൊരു കാര്യം പറയാം,
യോസഫ് ആയുസ്സിൽ ആദ്യമായിട്ടാണ് തനിയെ ഒരു ഉടുപ്പെടുത്ത് ഇട്ടത്. അപ്പൻ തന്ന ഉടുപ്പും യജമാനൻ തന്ന ഉടുപ്പ് ഇട്ടു നടന്നതാ. ഇന്ന് രാത്രി ഞാൻ പറയുക, ഹെറിറ്റേജ് പോകട്ടെ, ലീഡർഷിപ്പ് പോകട്ടെ, നിന്റെ ആകത്തൊരാഭിഷേകം കൂടെ പോണ്ട. ലെഗസി അല്ല, ലീഡർഷിപ്പ് അല്ല, നിന്റെ ആകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവ് വല്ലാതെ ചിലരെ തോന്നുന്നു. വിളിപ്പിച്ചു ഇറക്കി. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ക്ഷൗരം ചെയ്തത് തന്നെത്താൻ, വസ്ത്രം മാറിയത് തന്നെത്താൻ. അടുത്ത ഭാഗം ഞാൻ നിങ്ങളോട് ചോദിക്കാം. വിളിക്കാൻ വന്നവര് യോസഫിനെയും വിളിച്ചോണ്ട് ഫറവോന്റെ അടുക്കൽ കൊണ്ടുപോയി. അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? ഫറവോന്റെ അടുക്കൽ കൊണ്ടുപോയി. അങ്ങനെയാണോ? നോ 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 നോ. ഫറവോന്റെ അടുക്കൽ ഇനി എന്നെ ആരും കൊണ്ടുപോകണ്ട. എൻ്റെ എസ്കലേഷൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കുമെന്നേ. എൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ എടുക്കുമെന്നേ. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നീ ഒരു CV ഉണ്ടാക്കാൻ നിന്നാൽ 8 അച്ചാച്ചന്മാരുടെ അടുക്കലും 10 അമ്മച്ചിമാരുടെ അടുക്കലും ചോദിച്ച് എനിക്കൊരു CV ഉണ്ടാക്കി തരാമോ? നോ. മേക്ക് യുവർ സെൽഫ്, ഇനിഷ്യേറ്റ് യുവർ സെൽഫ്. നീ തന്നെ ഉണ്ടാക്കി പ്രാർത്ഥിച്ച് നീ തന്നെ കയറിച്ചല്ല. എനിക്കൊരു റെക്കമെൻഡേഷൻ വേണ്ടെന്നേ. I myself ലോസമ ഹർട്ടനാദിയ ലേഹർമഹസിയ ജരാദര റാൽകറ്റൽ മനാസിയ റീജന ബലഹട്ടാനിയ റാൽകറ്റൽ മാരിയ ജിബാല ഹട്ടറമാനിയ റാൽതനാദി. ഞാൻ വന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നാ തോന്നുന്നേ. കഴിഞ്ഞ മാസം ഒരഭിഷക്തനെ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്റർ, എത്രയോ പാസ്റ്റർമാരെനിക്ക് 5 മിനിറ്റ് പ്രസംഗിക്കാൻ തന്നാൽ ഞാൻ ഇവിടെ വരെ എത്തിയെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെ 5 മിനിറ്റ് മേടിച്ചിട്ടില്ല. എൻ്റെ എത്രയോ സ്റ്റേജുകൾ വെട്ടിയിടത്തു നിന്നാണ് ഞാൻ കയറി വന്നതെന്നറിയാമോ? ജീസസ്. ഇന്ന് വരെ ഒരു റെക്കമെൻഡേഷനിൽ ഒരിടത്തും എനിക്ക് ശുശ്രൂഷ വേണ്ടെന്നേ. റെക്കമെൻഡേഷനിൽ കിട്ടുന്ന അവസരമല്ല ശുശ്രൂഷ. എൻ്റെ അകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്ത കൃപ പകരുവാൻ ദൈവം ഒരിടത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാ എൻ്റെ ശുശ്രൂഷ. ജീസസ്. ലോകം കാണാൻ പോകാനാണെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണ്ടായിരുന്നല്ലോ. ഞാൻ പഠിച്ചിടത്ത് നിന്ന് പഠിത്തം പൂർത്തിയാക്കി നല്ല എഡ്യൂക്കേഷൻ എടുത്താൽ എനിക്ക് ലോകം കാണാൻ പറ്റത്തില്ലായിരുന്നു. ഹോളി സ്പിരിറ്റ്. സുവിശേഷ വേല ലോകം കാണാൻ വേണ്ടിയല്ലല്ലോ. സുവിശേഷ വേല പാസ്പോർട്ടിൽ 10 രാജ്യത്തിൻ്റെ വിസ പഠിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു ഓസാരം വേണ്ടാന്നേ. Initiate yourself. കർത്താവേ, ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒരാളെ ഒരുക്കണേ ദൈവമേ. നോ, നിനക്ക് വേണ്ടി ദൈവം ആരെ ഒരുക്കാൻ പോകുന്നില്ല. നീ തന്നെ കയറി ചെല്ലാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ വിടുതൽ നിന്റെ കയ്യിലാ, നിന്റെ അനുഗ്രഹം നിന്റെ കയ്യിലാ, നിന്റെ ഉയർച്ച നിന്റെ കയ്യിലാ. അത് നിന്റെ മുഴങ്കാലിലെ തഴമ്പിനകത്താ, അത് നിന്റെ പരമാർത്ഥതയ്ക്കകത്താ, അത് നിന്റെ വിശുദ്ധിക്കകത്താ, അത് നിന്റെ ഉപവാസത്തിനകത്താ, അത് നിന്റെ സ്തോത്രത്തിനകത്താ. ജീസസ്. ലോർഡ് കറ്റൽ ബര പ്രവേശിയ ജമാൽ ബന കട്ടാർതനാദി. പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു തന്ന ഒരു വെളിപ്പാടുണ്ട്. സ്തോത്രം. സ്റ്റേറ്റ് ബാങ്ക്
ലോകത്തിലെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും മനുഷ്യരിൽ നിന്ന് എന്തോ ചെയ്യും? ഡിപ്പോസിറ്റ് സ്വീകരിക്കും. പക്ഷെ റിസർവ് ബാങ്ക് ആരിൽ നിന്നെങ്കിലും ഡിപ്പോസിറ്റ് സ്വീകരിക്കുമോ? ഇല്ല. പകരം ഗവൺമെൻറ് അവൻ്റെ മണ്ടയ്ക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നിറച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്നേഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, വെളിപ്പാടിൻ്റെ, ശുശ്രൂഷയുടെ റിസർവ് ബാങ്ക് ആയിരിക്കണം. ഡിപ്പോസിറ്റ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നതല്ല. ഹോളി സ്പിരിറ്റ്. ജീസസ്. യോസഫ് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ആളയച്ചു, വിളിപ്പിച്ചു, ഇറക്കി. മറ്റുള്ളവരുടെ ഡ്യൂട്ടി തീർന്നു. വിളി നിനക്ക് കിട്ടിയോ? വിടുതൽ നിനക്ക് കിട്ടിയോ? ശുശ്രൂഷ കഴിഞ്ഞു ദൂതന്റെ. ജീസസ്. പത്രോസിനെ തട്ടി ഉണർത്തി. ആമവും ചങ്ങലയെ അഴിച്ചു. അര മുറുക്കിച്ചു. ജയിൽ തുറന്നു. സിറ്റിയുടെ നടുവിൽ കൊണ്ട് നിർത്തി. ആളാളിൻ്റെ വഴിക്ക് പോയി. ഇനി നീ അങ്ങോട്ട് പോകണമെന്നുള്ളത് പത്രോസേ, അത് നിന്റെ ഉത്തരവാദിത്തം. ജീസസ്, ജീസസ്, ജീസസ്. ചെന്നു, വാതിൽക്ക മുട്ടി. രോധ തുറന്നില്ല. കർത്താവേ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന നീ ഈ വാതിലും കൂടെ ഒന്ന് തുറന്നു തരണേ. നോ 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 നോ. അവൻ പിന്നെയും മുട്ടിക്കൊണ്ടേയിരുന്നു. യെസ്, കാരാഗ്രഹത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തോ, പക്ഷേ രോധയിൽ കണ്ട് വാതിൽ തുറപ്പിക്കാൻ അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. യെസ്, ദൈവം തുറക്കേണ്ടത് ദൈവം തുറക്കുക, നീ തുറക്കേണ്ടത് നീ തുറക്കും. ജീസസ്. നീ എന്നും സ്പൂൺ ഫീഡ് നിന്നെ എന്നും സ്പൂൺ ഫീഡ് ചെയ്യിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ലെന്നേ. ഓ, പകരം നീ വാരി തിന്നുന്നത് കാണാൻ അപ്പൻ ഒത്തിരി ഇഷ്ടമാ. നീ മെന്റലി റിട്ടയർഡ് ഒന്നും അല്ലല്ലോ. നിനക്കെന്നും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാൻ നീ ആരോഗ്യമുള്ളവനല്ലേ, നീ കൃപയുള്ളവനല്ലേ. നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അപ്പന് വേണ്ടി നിൽക്കാനാ അപ്പന് ഇഷ്ടമെന്നേ. 41-42 ഉടനെ ഫറവോൻ ആളയച്ചു. 41-42 ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മോതിരമൂരി യോസഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ സരപ്പളിയും ഇട്ടു. ഹോറബലകഠാർത്തനാദി. അതാണ് യോസഫിൻ്റെ 5-ാമത്തെ വസ്ത്രം. 4-ാമത്തെ വസ്ത്രം അവൻ തന്നെ ഒരു ഉടുപ്പിട്ടു. എന്തിനുള്ള ഉടുപ്പായിരുന്നെന്നറിയാമോ? എ ഗാർമെൻറ്റ് ഫോർ ആക്സസ്. നിന്റെ പ്രവേശനത്തിന്, നിന്റെ അടുത്ത ലെവലിലേക്ക് കയറേണ്ട ഉടുപ്പ് അത് നീ ഇടണോ. അത് ഉപവാസത്തിൻ്റെ ഉടുപ്പിടണോ, പ്രാർത്ഥനയുടെ ഉടുപ്പിടണോ, കണ്ണുനീരിൻ്റെ ഉടുപ്പിടണോ, വേർപാടിൻ്റെ ഉടുപ്പിടണോ, വിശുദ്ധിയുടെ ഉടുപ്പിടണോ, അത് ഇറ്റ്സ് അപ് ടു യു. ഏത് ഉടുപ്പിട്ട രാജാവിൻ്റെ മുമ്പിൽ കയറാമെന്നുള്ളത് നീ ചിന്തിച്ചോ. നീ ദൂത് പറയാൻ പോകുന്നവൻ ഏത് ഉടുപ്പിടണമെന്ന് നീ ചിന്തിച്ചോ. നീ ഉടുപ്പിട്ടോ. നിന്റെ അളവിനൊത്ത ഉടുപ്പ് നീ ഇട്ടിട്ട്, നിന്റെ ആ കോലത്തിനൊത്തുള്ള ഉടുപ്പിട്ടിട്ട് നീ കയറിച്ചല്ലേ. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മോതിരമൂരി അവനെ ഇട്ടു. ഫറവോൻ പറയുക, ഇന്ന് ലോകത്തിലെ ഏറ്റവും ദ മോസ്റ്റ് സിവിലൈസ്ഡ് എംപയർ അത് ഈജിപ്ഷ്യൻ എംപയർ ആണ്. ദ മോസ്റ്റ് റിച്ച് എംപയർ അത് ഈജിപ്ഷ്യൻ എംപയർ ആണ്. ദ മോസ്റ്റ് എംപവേർഡ് അഡ്വാൻസ്ഡ് എംപയർ അത് ഈജിപ്ഷ്യൻ എംപയർ ആണ്. ഇതിനേക്കാൾ വലിയൊരു മോതിര ഉലകത്തിൽ ഇല്ല കുഞ്ഞേ. നിനക്കിനി പണിയിച്ചു തന്നാലും ഇതിന് തുല്യമാകത്തില്ല. അതുകൊണ്ട് ഉലകത്തിൽ നിന്ന് കിട്ടാകുന്ന ഏറ്റവും വലിയ മോതിരവിധ ഞാനൂരി നിന്റെ കയ്യിലേക്ക് ഇടുന്നു. ഞാൻ പറയാ, അത് ഫറവോനല്ല ഇടിയിച്ചത്, അത് ദൈവമായി ഇടിയിച്ചത്. ഇതാ രഗച്ചരാധിയ. ഇന്ന് രാത്രികാല നിന്റെ അപ്പനിട്ടത് നിന്നെ പലരും ഊരിക്കൊണ്ട് പോയി കാണോ. നിന്റെ യജമാനനിട്ടത് ഊരിക്കൊണ്ട് പോയി കാണോ. പക്ഷെ ഇന്ന് രാത്രി ആർക്കും ഊരാൻ കഴിയാത്തത്, ആർക്കും പറിക്കാൻ കഴിയാത്തത് ഒന്നിന്ന് രാത്രി രാജാവ് നിന്റെ മേൽ ഇടിവിക്കുക. അപലപട ജാരദന അർത്ഥന
ലഗജഗ രാജന അർത്തിബ ലഗച്ചര അർത്ഥനബരായിട പ്രഭാരിഹ രബബരബര രദരഗടഗര തനാദിയ രബല പ്രവാശിയ രബ പ്രഭാരിയ ലഗർത്തനേദിയ അരഗദരഗധരഗടഗർത്തനദഹരിയ അർദ്ധനാജരാദിയ. അഭിഷേകം നിന്നെ വല്ലാതെ കേറി പിടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചു കേറ, അടിച്ചു കേറ. അർദ്ധന വഞ്ചര ഭൗഡ റീബല ഭൗഡിക രഗദേ ദീബല ഭൗഡക ധാരക ദിരഗദ രഗദര ഖൈഡ റിബലഗ രഗജഗ രൈഡ റബലഗ സാരമനാഥ വൈഡ രഗജ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ അങ്ങൊന്ന് ഇറങ്ങ്, അങ്ങൊന്ന് തൊട്, അങ്ങൊന്ന് നിറയ്ക്ക്. The power is filling. സാല ജര ധര 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 ജര ധര ധര ധര. താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്നോ, താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്നോ. കരമടിച്ച് അന്യഭാഷകളിൽ അർബല പരാജന അർബല പ്രവചന അർദിബ രഗജ പ്രവാർദിയ ലാർഷേനിയ ലഗസ്യ രാജനാദിയ രബ പ്രവാരിയ അൽബന ഗടഗർത്തനാദിയ അരഗല ഗടഗർത്തനാദിയ അർദ്ധന രഗശവ പ്രവാരിയ രിഗല ഗടഗരഗ തിരിഗടഗല ഗടഗർത്തനാദിയ. ഇന്നലകളിൽ പിശാച് നിന്നമേൽ ഇടിവിച്ചത്, ഇന്നലകളിൽ മനുഷ്യൻ നിന്നമേൽ ഊരിയതുമായ വസ്ത്രങ്ങളെ നോക്കി നീ ഭാരപ്പെടണ്ട. നീ ഒരു വസ്ത്രം ധരിച്ച് നീ ഒന്ന് കയറി വാ, നീ തന്നെ ഒന്ന് കൈയടിച്ച് കയറി വാ, നീ തന്നെ ഒന്ന് അന്യഭാഷ പറഞ്ഞ് കയറി വാ, നീ തന്നെ ഒന്ന് സ്തോത്രം ചെയ്ത് കയറി വാ. ശൽബര പ്രവാചിയാധര കൽബരാധര റബല പ്രവാശിയ റൽബനാദിയ. ഇന്നലകളിലെ താഴ്ചകളെ ഓർക്കണ്ട, ഇന്നലകളിലെ പരാജയങ്ങളെ ഓർക്കണ്ട, ഇന്നലകളിലെ നഷ്ടങ്ങളെ ഓർക്കണ്ട, ഇന്നലകളിലെ സങ്കടങ്ങളെ ഓർക്കണ്ട. ഇതാ പരിശുദ്ധാത്മാവ് നിനക്ക് വേറെ ഒരു ഉടുപ്പ് തരുന്നു. ഇതാ പരിശുദ്ധാത്മാവ് വേറെ ഒരു ഉടുപ്പ് നിന്റെ മേൽ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. ഓ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. ഓ വല്ലഭനീ ഏതാഭയം. ഓ ശബബബ റിബസർത്ത യെസ് ശബറത്വര വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. ഓ വൻവിനകൾ വന്നിടുകിൽ ഓ വല്ലഭനീ. ഓ റിബം ഷെർപേരി റബം ഷെർപേരി റിബബബബബബ റബബബബബബ ശബര ഹർത്തന. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയ. ഓ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയ. ഓ വല്ലഭനീ ഭയം വന്നിടുമോ പിന്നെ ഭയ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ. ഓ ശബബബബ റിബബബബബ റിഗജറകര റിബസർത്ത റിബസ. ഓ
കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സന്ധ്യാസമയം ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. നാളെ പകൽ സമയം നമുക്ക് ഉപവാസ പ്രാർത്ഥന സെഷൻ ഉണ്ട്. കർത്താവിൻ ദാസൻ നമ്മുടെ നടുവിലുണ്ടല്ലോ. നാളെ പകൽ സമയം ബൗഷൂരിലുള്ള ജസ്ന സിസ്റ്ററുടെ ഭവനത്തിലായിരിക്കും നമ്മൾ ഉപവാസ പ്രാർത്ഥന സെഷൻ. നാളെ വൈകുന്നേരം 8 മണിക്ക് ഈ ഹാളിൽ തന്നെ വീണ്ടും നമ്മൾ കൂടി വരുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനെ ദൈവം ശക്തീകരിച്ചു. ആഴമായ ദൂതുകൾ ദൈവം നമുക്ക് നൽകി തന്നു. ദൈവമക്കൾ, പ്രത്യേകിച്ച് നോട്ടെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ, ഈ ദൂതുകൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ദൂതുകളല്ല, ഇത് നിധികളാണ്. ഹല്ലേലൂയ. വർഷത്തിന്റെ അവസാനം ദൈവം നമ്മളോട് കരുണ കാണിച്ച് ദൈവം നമുക്ക് നിധികളാ തരുന്നത്. ഇത് ഏറ്റെടുത്ത് ആമേൻ ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ തന്നെ ഇത് നോട്ട് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് നോട്ട് ചെയ്യുവാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട, നിങ്ങൾ നോട്ട് ബുക്സ് കൊണ്ടുവന്ന് ദൈവം പറയുന്ന ദൂതുകൾ, കൈമാറുന്ന ദൂതുകൾ, അത് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ദൂതുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തി സഹായിക്കട്ടെ. സുജിത് ബ്രദർ ചുരുക്കമായി സമയത്ത് പ്രാർത്ഥിച്ചു. ഓ ലോർഡ്, നന്ദി പറയുന്ന പച്ച കണ്ണെ കടയുന്ന കാലിനെ വീഴ്ചയുന്ന പ്രാണമരണത്തിൽ അതേ വിളിച്ചു നടത്തിയവർക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. പ്രത്യേകിച്ച് കർത്താവേ, സന്ധ്യാമ കർത്താവ് ദേവദാസ് എന്ന് കേട്ട ദൂനെ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച. ദൈവീയക്കാരൻ കർത്താവ് ഞങ്ങളുടെ സ്പർശിക്കണം കർത്താവേ. അങ്ങടെ കൈ ഞങ്ങളുടെ വരണം കർത്താവേ. സ്തോത്ര കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ രട്ടഴിച്ചു മാറ്റുവാൻ കർത്താവേ. സ്തോത്ര കർത്താവേ, കേൾപ്പിച്ച ദൂതിനെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച. അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. കർത്താവെ, തലമുറയ്ക്ക് എല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു. ചെറുതും വലുതും എല്ലാ വിഷയത്തെ അപ്പച്ച കൂടെ ഇരിക്കണം കർത്താവേ. ഈ ദിനങ്ങൾ നടക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. ഞങ്ങളുടെ വാശിന് വേണ്ടി പ്രേരണ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിയതിനായി സ്തോത്രം കർത്താവേ. കർത്താവെ, തുറന്ന് ഞാൻ കർത്താവ് മടുത്തുപോട്ട് ഉപവസിക്കാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ അപ്പ ഞങ്ങൾക്ക് ഒരുക്കണം കർത്താവെ. അത്ഭുതം പ്രവർത്തിക്കണം കർത്താവേ. എല്ലാ സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മുമ്പേ അയച്ച് ദൂതനെ കാവലത്തിൽ പരിപാലിക്കണം, അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന യാചന കേട്ട സ്തോത്രം. വേഗം വരുന്ന യേശു ക്രിസ്തുവിനുള്ള തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും നമ്മളോട് കൂടി വരും ദിവസം നടക്കുന്ന ഓരോ ഉപവാസ പ്രാർത്ഥന സെഷനും കൂടി കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം തന്ന കർത്താവിനെ ശബ്ദമുയർത്തി ശക്തിയോടെ സ്തുതിക്കാം. Hallelujah. God bless all of you. Coffee arrangement downstairs ചെയ്തിട്ടുണ്ട്. കുടിച്ചിട്ട് വേണം കടന്നു പോകുവാൻ.